بسم الله الرحمن الرحيم وذكر فإن الذكرى تنفع المؤمنين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وهو الحبيب الذي ترجى شفاعته لكل هول من الأهوال مقتحم يا خير من دفنت بالقاع عظومه فطاب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. വന്യരായ പണ്ഡിതന്മാരെ, മാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളും സാലിഹീങ്ങളും ആലിമീങ്ങളും ജീവിച്ചു വന്ന ഒരു പ്രദേശമാണ് ഈ ചാലിയം എന്ന് പറയുന്ന സ്ഥലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിൽ കഴിഞ്ഞുപോയ മഹാന്മാരോട് കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് അവരുടെ പാദസ്പർശനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാവുകയും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ബറക്കത്ത് ലഭിക്കുകയും ചെയ്ത ഈ പ്രദേശത്ത് സാധുവായ ഞാൻ മുതഅല്ലിമീങ്ങൾ സംഘടിപ്പിച്ച ഈ നാട്ടിലും പരിസരങ്ങളിലുമുള്ള മുഅ്മിനീങ്ങളുടെ സഹകരണത്തോടെ മുതഅല്ലിമീങ്ങൾ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ വന്ന് ചേർന്നതിന്റെ ബറക്കത്ത് ലഭിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി മാത്രം ഒരൽപ്പം കാര്യങ്ങൾ സംസാരിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അല്ലാഹു നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന വിഷയങ്ങൾ പറയാനും കേൾക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, വഅലുകൾ ധാരാളം ഇന്ന് ലോകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ വഅല് പറയുന്നത് ഒന്ന് പാവപ്പെട്ട ഞാനാണ്. ഒരു രോഗിയായ ഡോക്ടറുടെ ചികിത്സക്ക് നടക്കുന്നവൻ ആദ്യം തന്നെ രോഗിയാണെങ്കിൽ പിന്നെ ഈ ചികിത്സയിൽ എത്രത്തോളം ഫലം കാണും എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കുമുള്ള എല്ലാ ദോഷങ്ങളും മാപ്പ് നൽകുമാറാകട്ടെ എന്നാമുഖമായി ദുആ ചെയ്യുന്നു. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രമാണ് നാം പറയുന്നത്. എന്നാലും നമ്മളാരും യോഗ്യന്മാരാണ് എന്ന അവകാശവാദം ഇല്ല. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ അപാകതകൾ പലതും സംഭവിച്ചു പോയിട്ടുണ്ടാകാം. അല്ലാഹു നമ്മുടെ ദോഷങ്ങളെല്ലാം മാപ്പ് നൽകുമാറാകട്ടെ. ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാരാരും
ഞങ്ങളൊരു യോഗ്യന്മാരാണ് എന്ന് അവകാശവാദം ഉന്നയിക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അവരെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ചിന്തിക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി എപ്പോഴും ചോദിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോകത്ത് ഈ കണ്ടുവരുന്ന എത്രയോ ആയിരക്കണക്കായ പണ്ഡിതന്മാർക്ക് മാത്രം അല്ല, നമ്മുടെ മുമ്പ് കാലത്ത് കഴിഞ്ഞുപോയ വലിയ വലിയ പണ്ഡിതന്മാർ, ഇമാം അബൂ സക്കരിയ യഹ്യ ഇബ്നു ശറഫ് നവാവി റഹിമഹുല്ലാ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുൽ ഹറമൈനി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാർ ഭൂമി ലോകത്ത് കഴിഞ്ഞുപോയി. അവർ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെ പോലെയൊന്നും അല്ല അവരുടെ അവസ്ഥ ഉള്ളത്. അവര് പാണ്ഡിത്യത്തിൽ വളരെ നിറഞ്ഞു നിൽക്കുന്നവരാണെന്നതിന്റെ പുറമെ അവരുടെ വ്യക്തിജീവിതത്തിൽ വളരെ ശുദ്ധമായ ജീവിതം നയിച്ചിട്ടുള്ളവരാണ്. എല്ലാവരും വിജയിക്കണം, എല്ലാവരും രക്ഷപ്പെടണം എന്നല്ലാതെ അവർക്കൊരിക്കലും ഞങ്ങൾക്ക് സ്ഥാനമാനം ലഭിക്കണം, ഞങ്ങൾക്ക് ദുനിയാവിൽ പവർ ലഭിക്കണം, ഞങ്ങളെ ജനങ്ങൾ ബഹുമാനിക്കണം എന്ന ചിന്തയൊന്നും അവരുടെ കൽബിൽ കടന്നിട്ടേ ഇല്ല. നിങ്ങൾക്കറിയാം, ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ കാലത്ത് തന്നെ ജീവിച്ച ഒരു പണ്ഡിതനായിരുന്നു അബുൽ ഖാസിം അൽ മുസ്സി റഹിമഹുല്ലാ. മഹാനവറുകൾ പറഞ്ഞു, ഞാനൊരു ദിവസം ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. എന്താണ് സ്വപ്നം? കുറെ കൊടികെട്ടിയിരിക്കുന്നു, കുറെ ആളുകൾ ദപ്പ് പോലുള്ള സാധനം എടുത്ത് മുട്ടുന്നതായി ഞാൻ കേൾക്കുന്നു. എന്തോ ഒരു വിശേഷം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി ഞാൻ മെല്ലെ അങ്ങോട്ട് ചെന്നു നോക്കുമ്പോൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട കുറെ ഔലിയാക്കൾ സമ്മേളിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വിശേഷം? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് വിശേഷം ഫീ ഹാദിഹിൽ ലൈലത്തി ഖുത്ബൽ ഇമാം ശൈഖ് യഹ്യ നവാവി, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ ഔലിയാക്കളുടെ നേതാവായി ഖുത്ബായി തെരഞ്ഞെടുക്കപ്പെട്ട രാത്രിയാണ് ഇന്ന്. അതിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്ക്. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ ഖുത്ബായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് കേട്ടപ്പോൾ, ഇമാം നവവി എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് പരിചയം ഇല്ലല്ലോ, എനിക്ക് ആ മഹാനെ ഒന്ന് പരിചയപ്പെടണം എന്ന് എന്റെ മനസ്സിൽ തോന്നി. പിറ്റേ ദിവസം നേരം വെളുത്ത് സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം ഡമസ്കസ് പട്ടണത്തിലേക്ക് ഇറങ്ങി ഞാൻ അന്വേഷണം തുടങ്ങി. ആരാണ് ഇമാം നവവി? എനിക്ക് മറുപടി ലഭിച്ചു, മദ്രസത്തുൽ അഷ്റഫിയ്യ എന്ന പേരിൽ ഡമസ്കസിൽ ഒരു മദ്രസയുണ്ട്. ആ മദ്രസയിലെ മുദരിസാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ചില ആളുകൾ പറയാറുണ്ട്, സുന്നികൾ പഴയ കാലത്ത് മദ്രസക്ക് എതിരായിരുന്നു എന്ന് പറയാറുണ്ട്. ശാഫഈ മദ്ഹബ് അനുസരിച്ചാണ് നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാർ, കേരളത്തിലെ സുന്നികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാഫഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബുകൾ ശറഹുൽ മുഹദ്ദബ്, തഹ്ഖീഖ്, തൻഖീഹ്, റൗള, മിൻഹാജ്, ശറഹ് മുസ്ലിം തുടങ്ങി ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച ശാഫഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുല്ലാ. മഹാനവറുകൾ മദ്രസയിൽ പഠിപ്പിച്ചിരുന്ന മുദരിസായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നെ സുന്നികൾ എപ്പോഴാണ് മദ്രസയെ എതിർത്തിരുന്നത്? ഇമാം നവവി റഹ്മത്തുള്ളാഹി നിങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ സുന്നികൾ മദ്രസയെ എതിർത്തത് ഏത് കാലത്താണ്? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കുറെ കാലത്തിന് ശേഷം ലോകത്തിൽ ദീനീ പ്രവർത്തനം നടത്തിയ ആളാണ്. മൗലിദ് കഴിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സുയൂത്തി റഹിമഹുല്ലാഹി എഴുതിയ കിതാബിൽ തന്നെ മദ്രസയും സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ മദ്രസയെ എതിർത്തിരുന്നവർ മൗലിദിനെ എതിർത്തിരുന്നവരാണ് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദ്രസകൾ ഇല്ലായിരുന്നു, അന്ന് സിലബസ് ഇല്ലായിരുന്നു, അന്ന് ഇന്നത്തെ പോലെ ടൈം ടേബിൾ വെച്ച് പഠിപ്പിക്കൽ ഇല്ലായിരുന്നു. നബിയുടെയും സഹാബത്തിന്റെയും കാലത്ത് നടക്കാത്ത കാര്യങ്ങളൊന്നും ആ നിലക്ക് നടക്കാൻ പാടില്ല എന്ന് വാദിക്കുന്നവർ മദ്രസകളുടെയും വിരോധികൾ മുമ്പ് കാലത്ത് ആയിട്ടുണ്ടാകാം. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്കേ ഇൽമ് പഠിച്ചു വരുന്നുണ്ട്. അതിന് പരിഷ്കരിച്ച രൂപവും ആകൃതിയും സ്വീകരിക്കലാണ് മദ്രസ. അതുകൊണ്ട് അതിൽ സുന്നത്തിന്റെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണ് എന്നത്രേ ഇമാം സുയൂത്തി റഹിമഹുല്ലാ അൽ ഹബീബുൽ ഫതാവയിൽ മൗലിദിനെ സംബന്ധിച്ച് വിവരിച്ച അതേ സ്ഥലത്ത് തന്നെ പറഞ്ഞിട്ടുള്ളത്.
അതുകൊണ്ട് സുന്നികൾ മുമ്പ് മദ്രസയ്ക്ക് എതിരായിരുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് വഹാബികളുടെ മദ്രസയ്ക്ക് എതിരായിരുന്നു എന്നാണ് പറയുന്നതിനർത്ഥം. അല്ലാതെ സുന്നികളുടെ മദ്രസയ്ക്ക് സുന്നികൾ ഒരിക്കലും എതിർപ്പ് നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകാം. ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി മദ്രസത്തുൽ അഷ്റഫിയിലെ മുദരിസാണ് എന്ന് കേട്ടപ്പോൾ ഞാൻ മദ്രസയിലേക്ക് പോയി. അങ്ങനെ മദ്രസയിൽ പോയി ഞാൻ ആരാണ് ഇമാം നവവി എന്ന് കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കടന്നു. ചെന്ന് നോക്കുമ്പോൾ ഒരു പണ്ഡിതൻ ദർസ് നടത്തുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ ദർസിൽ പങ്കെടുക്കുന്നുണ്ട്. എന്നെ കണ്ട ഉടനെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. അബുൽ ഖാസിം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞു, എന്നെ കണ്ട ഉടനെ എഴുന്നേറ്റ് നേരെ എന്റെ അടുക്കലേക്ക് വന്നു. എന്റെ ചുമല് പിടിച്ചു. സലാം ചൊല്ലി സലാം മടക്കിയതിന് ശേഷം എന്റെ ചുമല് പിടിച്ചിട്ട് ഒന്നും പറയാൻ എന്നെ അനുവദിച്ചില്ല. നേരെ വലിച്ച് പിടിച്ച് മദ്രസയുടെ മൂലയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉഖ്തും മാമാക വലാ തതകല്ലം ബിഹി അഹദ. ഓ അബുൽ ഖാസിം അൽ മുസി, നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഔലിയാക്കളെ നേതാവായി എന്നെ തെരഞ്ഞെടുക്കപ്പെട്ട വിവരം നിങ്ങൾ അറിഞ്ഞു അല്ലേ? അതുകൊണ്ട് കാണാൻ വന്നതല്ലേ? നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആ വിവരം നിങ്ങൾ ലോകത്താരോടും പറയരുത്. നിങ്ങൾ അറിഞ്ഞത് മാത്രം മതി, വേറെ ആരും അറിയണ്ട. നിങ്ങൾ ആരോടും പറയരുത് എന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടുമുട്ടാത്ത ഈ പണ്ഡിതൻ ഈ വിവരം എങ്ങനെ അറിഞ്ഞു എന്ന് മനസ്സിലാക്കി ഞാൻ അന്താളിച്ചു പോയി. അന്ന് കണ്ടു പിരിഞ്ഞതാണ്, പിന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, അതിനു മുമ്പും കണ്ടിട്ടില്ല എന്ന് അബുൽ ഖാസിം മുസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതായി മിൻഹാജു ത്വാലിബീൻ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇബ്നുൽ അത്താർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയതായി കാണാം. സഹോദരന്മാരെ, ആ നിലക്കുള്ള പണ്ഡിതന്മാർ ഒരിക്കലും പ്രസിദ്ധിയെ ആഗ്രഹിക്കാത്ത അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് നേതാവായ പണ്ഡിതന്മാർ. നിങ്ങൾക്കറിയില്ലേ, ഇമാം റാഫിഈ റഹിമഹുല്ലാഹ് കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിളക്കണഞ്ഞുപോയി. ഉടനെ അതാ തൊട്ടടുത്ത മരത്തിൽ നിന്ന് കറാമത്തിന്റെ പ്രകാശം കാണുന്നു. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് والخامس الحبر الإمام محمد هو حجة الإسلام دون تردد. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പാടി, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ് പരിശുദ്ധ ഇസ്ലാമിൽ വേണ്ടാത്ത വിശ്വാസങ്ങളും അനാവശ്യമായ കർമ്മങ്ങളുമൊക്കെ കടത്തിക്കൊണ്ടുവരികയും ഉള്ളത് നശിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ ഓരോ നൂറ്റാണ്ടുകളിലും ഇന്നല്ലാഹ യബ്അസു ലിഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹാ. ഈ സമുദായത്തിൽ ഓരോ നൂറ്റാണ്ടുകളിലും ഓരോ നൂറ്റാണ്ടുകളുടെയും തുടക്കത്തിൽ മൻ യുജദ്ദിദു ലഹാ ദീനഹാ, ഈ ഉമ്മത്തിന്റെ ദീനിൽ അനാവശ്യങ്ങൾ വല്ലവരും കൊണ്ടുവന്നാൽ അതിനെ നീക്കം ചെയ്യുന്നവരും അതുപോലെ ദീനിന്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങളെ പഠിപ്പിക്കുന്നവരുമായ മുജദ്ദിദുകളെ ഓരോ നൂറ്റാണ്ടിന്റെയും തുടക്കത്തിൽ അല്ലാഹു കൊണ്ടുവരുമെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്. ആ ഹദീസ് അനുസരിച്ച് ഓരോ നൂറ്റാണ്ടിലും ഓരോ മഹാന്മാര് വന്നിട്ടുണ്ട്. അതിൽ വൽ ഖാമിസുൽ ഹിബ്റുൽ ഇമാം മുഹമ്മദ് ഹുവ ഹുജ്ജത്തുൽ ഇസ്ലാമി ദൂന തറദ്ദുദി. സംശയമില്ലാതെ 5-ാം നൂറ്റാണ്ടിൽ വന്ന മഹാനായ പണ്ഡിതനാണ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി. ആ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് നിങ്ങൾക്കറിയില്ലേ, വഫാത്താകുന്ന ദിവസമായപ്പോൾ
മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് മുൻകൂട്ടി വിവരം ലഭിച്ചുപോയി. നിങ്ങളുടെ മരണത്തിന്റെ ദിവസം ഇന്നാണെന്ന് വിവരം ലഭിച്ചുപോയി. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പോയി കുളിച്ചു. 3 കഷ്ണം തുണി കഫൻ ചെയ്യാൻ വേണ്ടി സംഘടിപ്പിച്ചു. ആ 3 കഷ്ണം തുണിയും പുതച്ചിട്ട് മർഹബാ അഹ്ലൻ വസഹ്ലാ, മലക്കുലിന് സ്വാഗതം, അസ്റായീലിന് സ്വാഗതം എന്ന് പറഞ്ഞ് കിടന്ന മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ആ കിടന്ന കിടത്തത്തിൽ വഫാത്തായി പോയതായി മിർആത്തുസ്സമാന് പോലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞില്ലേ. ആ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ഉസ്താദായ അബുൽ മആലി ഇമാമുൽ ഹറമൈനി റഹിമഹുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഖബറിൽ കൊണ്ടുപോയി വെച്ചു. മുങ്കർ നക്കീർ അലൈഹിസ്സലാം വന്നു. മൻ റബ്ബുക വമാ ദീനുക തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞതിന് ശേഷം മലക്കുകളോട് അങ്ങോട്ടൊരു ചോദ്യം. അല്ല മലക്കുകളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളും ഖബറിൽ ശിക്ഷയില്ലെന്നും ചോദ്യമില്ലെന്നും ഖബറിൽ ചോദ്യം ഇല്ലെന്നും പറഞ്ഞപ്പോൾ അവർക്കെതിരെ ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ച് ഖബറിൽ ചോദ്യമുണ്ടെന്നും ചോദ്യം ഇന്നതാണെന്നും ഉത്തരം ഇന്നതാണെന്നുമൊക്കെ ലോകത്ത് പഠിപ്പിച്ചതിന്റെ പേരിൽ അബുൽ മആലി എന്ന് അപരനാമം നൽകപ്പെട്ട പണ്ഡിതനായ എന്നോട് ഖബറിൽ വെച്ച് നിങ്ങൾ ഇത് ചോദിക്കേണ്ടതുണ്ടോ എന്നും മുങ്കർ നക്കീർ അലൈഹിസ്സലാമിനോട് അങ്ങോട്ടൊരു ചോദ്യം ഇമാമുൽ ഹറമൈനി തങ്ങൾ ചോദിച്ചപ്പോൾ മലക്കുകൾ അവിടെ വെച്ച് അവരുടെ മറുപടിയെല്ലാം ലഭിച്ച മലക്കുകൾ ഇമാമുൽ ഹറമൈനിയെ ആദരിച്ച് തിരിച്ചുപോയി എന്ന് ഇമാം ജലാലുദ്ദീൻ സൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ അൽ ഹബീലിൽ ഫതാവയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇവിടെ പിന്നെ സംശയമുള്ളവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലർക്ക് സംശയം ഉണ്ടാവും, ഖബറിൽ അങ്ങനെ നടന്ന വിവരം നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയ മുസ്ലിയാരെ? ഇമാം സുഹൂത്തിക്ക് എങ്ങനെയാണ് അങ്ങനെ ഖബറിൽ സംഭവം നടന്നത് തിരിഞ്ഞത്? ഖബറിൽ ടൈപ്പ് റെക്കോർഡ് ഉണ്ടാച്ചിരുന്നോ? അവിടുന്ന് ഇങ്ങോട്ട് വയർലെസ് ഉണ്ടായിരുന്നോ എന്നൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാവും. അത് ഖുർആനും ഹദീസും പഠിക്കാത്തവർക്കുണ്ടാകുന്ന സംശയമാണ്. അള്ളാഹു അവർക്ക് ഖുർആനും ഹദീസും സ്വീകരിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാം. എന്താണ് ഖുർആനും ഹദീസും പഠിച്ചവർക്ക് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതി വെച്ച ഒരു കാര്യത്തിലും സംശയം ഉണ്ടാവില്ല. ഖുർആനും ഹദീസും പഠിക്കാത്തവർക്ക് സംശയം ഉണ്ടാവും. ഹദീസിൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് തുഫൈൽ ബിൻ അംർ ദൗസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയേ, എന്റെ സ്നേഹിതനും ഞാനും ഒന്നായിട്ട് ഇസ്ലാമത്തിൽ വന്ന് മദീനയിലേക്ക് വന്ന ആളാണ്. ആ സ്നേഹിതനായ വ്യക്തി മരണപ്പെട്ടുപോയി. അദ്ദേഹം മരണപ്പെട്ടത് ശരീരത്തിന് ക്ലൈമറ്റ് പിടിക്കാത്ത രോഗമായി, അങ്ങനെ കൈക്ക് രോഗമായി. കൈയിന്റെ വേദന സഹിക്കാത്തതുകൊണ്ട് അദ്ദേഹം കൈ മുറിച്ചു. അങ്ങനെ കൈ മുറിച്ചപ്പോൾ വേദന സഹിക്കാഞ്ഞിട്ട് മുറിച്ച കൈയിന്റെ അടുക്കൽ നിന്ന് രക്തം പോയി. അദ്ദേഹം മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ ഖബർ സിയാറത്തിന് വേണ്ടി ഞാൻ പോയി. ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. അങ്ങനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളെ വിവരം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വിവരം ലഭിച്ചു. അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു, എനിക്ക് വളരെ സുഖമാണ്, അല്ലാഹു എനിക്കെല്ലാം പുറത്തു തന്നിട്ടുണ്ട്. പക്ഷെ എന്റെ കൈ ഞാൻ തന്നെ മുറിച്ചതാണല്ലോ, എന്നിട്ട് ചോര പോയിട്ടല്ലേ ഞാൻ മരിച്ചുപോയത്. എന്നോട് അല്ലാഹു പറഞ്ഞത് നീ നശിപ്പിച്ച കൈ ഞാൻ നന്നാക്കി തരില്ല എന്നാണ്. അതുകൊണ്ട് എന്റെ കൈ ഇപ്പോഴും അപകടത്തിലാണ് എന്ന് എന്നോട് പറഞ്ഞു നബിയെ. അതുകൊണ്ട് എന്റെ സ്നേഹിതന്റെ കൈയൊന്ന് ശരിയാക്കി കിട്ടണം നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്തിന് വേണ്ടി, ഖബറിലുള്ള സ്നേഹിതന് ശുപാർശ പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തിയിട്ട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ വലിയദൈഹി ഫഗ്ഫിർ, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കൈക്ക് കൂടി നീ പുറത്തു കൊടുക്കലേ എന്നൊരൊറ്റ ദുആ ചെയ്ത ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ ഖബറിലുള്ള കാര്യം പുറത്തിരിക്കുന്ന ആളുകൾ അറിയാറുണ്ട്. അറിഞ്ഞിട്ട് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചിട്ടും ഉണ്ട്. വേറെ ഒരു ഹദീസിൽ കാണാം, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ഒരാൾ ഒരു സ്ഥലത്ത് ഒരു ടെന്റ് കെട്ടിയുണ്ടാക്കി. ആ ടെന്റിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖബറിൽ നിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാനൊരു സ്ഥലത്ത് ഒരു ടെന്റ് കെട്ടിയുണ്ടാക്കി, ഖൈമയുണ്ടാക്കി. ഫൈദാഹു ഖബ്റു ഇൻസാനിൻ, നോക്കുമ്പോൾ അതൊരു മനുഷ്യന്റെ ഖബറാണ് എന്ന് പിന്നെയാണ് മനസ്സിലായത്. യഖ്റഉ ഫീഹി സൂറത്ത് തബാറക,
തബാറക സൂറത്ത് ഖബറിൽ വെച്ച് ഓതുന്ന ശബ്ദം ഞാൻ കേട്ടു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തിൽക്കൽ മുൻജിയത്തു തുൻജീഹി മിൻ അദാബിൽ ഖബരി, അത് ഖബറിൽ നിന്ന്, ഖബറിലെ ശിക്ഷയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുന്ന സൂറത്താണ്. തബാറക സൂറത്ത് ദിവസേന ഓതുന്ന മനുഷ്യന് ഖബറിൽ ശിക്ഷ ഉണ്ടാകില്ലെന്ന് ഹദീസിൽ ഉണ്ട്. അതുകൊണ്ട് തുൻജീഹി മിൻ അദാബിൽ ഖബരി, ഖബറിലെ അദാബിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കുന്നതാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉണ്ട്. ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറിങ്കലിൽ നിന്നിട്ട് നീക്കിച്ചി വെച്ചോ. മഹാനായ ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉസ്താദിന്റെ ഖബർ സിയാറത്തിന് പോയി. ഖബറിന്റെ ഉള്ളിൽ ഉസ്താദിന്റെ കൈക്ക് അപകടം കണ്ടു. പടച്ച റബ്ബിനോട് ശഫാഅത്ത് ചെയ്തു, റബ്ബിനോട് റെക്കമെൻഡ് ചെയ്തു, റബ്ബിനോട് ദുആ ചെയ്തു. മണിക്കൂറുകളോളം ദുആ ചെയ്തു. ഖബറിനടുക്കൽ നിന്ന് മണിക്കൂറുകൾ കഴിഞ്ഞാണ് സിയാറത്ത് കഴിഞ്ഞിറങ്ങിയത്. ഒരാള് മുരീദന്മാര്, ശിഷ്യന്മാരിൽ നിന്നൊരാൾ ചോദിച്ചുപോയി, അല്ല ഉസ്താദേ, മണിക്കൂറുകളോളം ഖബറിനടുക്കൽ എന്താണ് പണി? മോനെ, എന്റെ ഉസ്താദിന്റെ കൈക്ക് തകരാറ് കണ്ടപ്പോൾ അത് ശരിപ്പെടുത്തി കൊടുക്കാൻ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഞാൻ ദുആ ചെയ്യുമ്പോൾ ഞാൻ ഒറ്റക്കല്ല. സുയ്യിനൽ ഉഫുഖു ദുലിതു ബിസൈദി ഖലാഅത്നി അരിഖാബുൽ ഔലിയാഇ. ലോകത്തുള്ള ഔലിയാക്കളെല്ലാം എന്റെ കീഴിലാണ്. എന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഔലിയാക്കളും അതിന്റെ കാലശേഷം ജീവിക്കുന്ന ഔലിയാക്കളുമെല്ലാം എന്റെ കീഴിലാണ്. ആ നിലയ്ക്ക് ഔലിയാക്കളെ നേതാവായി എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ദുആ ചെയ്യുമ്പോൾ നേതാവിന്റെ ദുആ എന്ന നിലയ്ക്ക് ലോകത്തുള്ള ഔലിയാക്കളെല്ലാം അവരാമീൻ പറഞ്ഞുപോയി. ഞങ്ങളെല്ലാവരും കൂടി ശഫാഅത്ത് ചെയ്തപ്പോൾ എന്റെ ഉസ്താദിന്റെ കൈ അല്ലാഹു ശരിപ്പെടുത്തി കൊടുത്തു. അതിന് ശേഷമാണ് മക്കളെ ഞാൻ ഖബറിങ്കൽ നിന്നിറങ്ങിയതെന്ന് ഗൗസുൽ ആദം തങ്ങൾ പറഞ്ഞപ്പോൾ ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഒരു കുട്ടി, ഉസ്താദേ, ഖബറിന്റെ ഉള്ളിൽ അങ്ങനൊക്കെ നടന്നു നിങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കാന്നല്ലാതെ അതിന് തെളിവെന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊക്കെ നടന്നു എന്നുള്ളതിന് വല്ല തെളിവും തരാൻ കഴിയോ? മോനെ, നിനക്കെന്താ തെളിവ് വേണ്ടത്? തെളിവ് നിങ്ങൾക്കറിയില്ല ഉസ്താദേ. റമദാൻ മാസത്തിന്റെ മാസം കണ്ടതാണെങ്കിൽ ഒരു സാക്ഷി മതി, അല്ലാത്തതിനൊക്കെ 2 സാക്ഷിയല്ലേ വേണ്ടത്? അതുകൊണ്ട് 2 സാക്ഷി നിങ്ങൾ പറഞ്ഞപ്പോ, നിങ്ങൾ വേർന്നപ്പോ ഒരുപാട് ആള് അമീൻ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഒരുപാട് ഔലിയാക്കൾ നിങ്ങളെ ദുആയിൽ പങ്കെടുത്തു എന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളിത് പറയുന്ന സമയത്ത് സദസ്സിൽ പങ്കെടുക്കാത്ത 2 ഔലിയാക്കൾ ഇപ്പോൾ ഇവിടെ ഓടി വന്ന് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് സാക്ഷി തന്നാൽ, 2 സാക്ഷി കിട്ടിയാൽ ഞാൻ സ്വീകരിച്ചു കൊള്ളാം. ഞാൻ റാഫിലിയാക്കൽപ്പെട്ട കണക്കിന്റെ ആളൊന്നുമല്ല, ഞാൻ സാക്ഷി സ്വീകരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറഞ്ഞു, മോനെ സാരല്ല, നീ ഇവിടെ തന്നെ നിനക്ക് സാക്ഷി വരുമോ നോക്കാം. പറഞ്ഞു തീരുമ്പതാ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഈ ശൈഖ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ്, ഞാനതിന് സാക്ഷിയാണ്. അത് പറഞ്ഞു തീരുമ്പോഴേക്ക് വേറെ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു, ഈ ശൈഖ് നിങ്ങളോട് പറഞ്ഞ കാര്യം ശരിയാണ്, ഞാനതിന് സാക്ഷിയാണ്. ഖബറകത്തുസ്താദേ കുറവാക്കി കണ്ടാരേ, ഖബറിങ്കലിൽ നിന്നിട്ട് നീക്കിച്ചി വെച്ചോ. ഈ നിലക്കുള്ള ഔലിയാക്കളുണ്ടല്ലോ സഹോദരന്മാരെ. ഇമാം നവവി റഹിമഹുല്ലാഹ്, ഇമാം റാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ്, ഇമാമുൽ ഹറമൈനി റഹിമഹുല്ലാഹ്, ഗൗസുൽ ആലം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്, ഇങ്ങനെ തുടങ്ങിയ ഔലിയാക്കളെ നേതാക്കന്മാരില്ലേ, അവരെല്ലാം
നാം ഒരു മഹാനായ പണ്ഡിതന്റെ കുട്ടികളാണ്. ആരാണ് ആ പണ്ഡിതനെന്നറിയോ? ആലിമു ഖുറൈശ്, ഖുറൈശിക്കാരനായ ഒരു പണ്ഡിതൻ. യംലൗ തിബാഖൽ അർളി ഇൽമാ, ലോകമൊട്ടാകെ ഇൽമ കൊണ്ട് ആ പണ്ഡിതൻ നിറക്കും. ഖുറൈശി തറവാട്ടിൽ ജനിക്കുന്ന പണ്ഡിതനാണ്. ലോകമൊട്ടാകെ ആ പണ്ഡിതന്റെ ഇൽമ കൊണ്ട് നിറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ ആരാണ്? ഇമാം ബുഖാരിയുടെ ഉസ്താദായ 10 ലക്ഷത്തിലധികം ഹദീസ് മനപ്പാഠം പഠിച്ച പണ്ഡിതനായ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളിൽ ഒരാളായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ നമ്മോട് പ്രഖ്യാപിച്ച ഖുറൈശി തറവാട്ടുകാരനായ ആ പണ്ഡിതൻ എന്റെ ഉസ്താദ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ഞാൻ ഇന്നാൾ ഒരു ദിവസം ഒരു പുസ്തകം വായിച്ചു. ആ പുസ്തകത്തിൽ എന്ത് പുസ്തകം? പെൺവാണിഭ പുസ്തകം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പള്ളിയിൽ പോകണോ എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു ബുക്ക്. ആ പുസ്തകത്തിൽ എഴുതിയ ആള് പറയുന്നു, സ്ത്രീകളുടെ മുഖവും മുൻകൈയും നോക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വികാരത്തോടുകൂടെ നോക്കരുത് എന്നേ ഉള്ളൂ. ഇനി അഥവാ വികാരം വന്നാൽ തന്നെ വങ്കുറ്റം ചെയ്യരുത് എന്നേ ഉള്ളൂ. ചെറിയ ദോഷമൊക്കെ പടച്ചോൻ പുറത്തിടും എന്ന് അബ്ദുസ്സലാം സുല്ലമിയുടെ സ്ത്രീകളും ജമാഅത്തും എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. ഇനി നോട്ടം വികാരപരമായാൽ തന്നെ വികാരത്തെ നിയന്ത്രിച്ച് വങ്കുറ്റങ്ങളിൽ നിന്ന് ഒഴിവായാൽ ചെറുദോഷങ്ങളൊക്കെ പടച്ചവൻ പുറത്തുവിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വങ്കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാകുക എന്ന് പറഞ്ഞാൽ അതായത് കുറ്റം ചെയ്തതിന്റെ ഫലം കാണുന്ന രൂപത്തിലുള്ള കുറ്റം വേണ്ട എന്നാ വങ്കുറ്റത്തിൽ പെടണമെന്ന് പറഞ്ഞ അതാണ് ഞാൻ പെൺവാണിഭ പുസ്തകം എന്ന് പറഞ്ഞത്. സ്ത്രീകളെ നോക്കാമെന്ന് ഫത്വ കൊടുക്കുന്ന ബുക്ക്. സുബ്ഹാന ജല്ല ജലാലുഹു ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അല്ലാഹുവിന്റെ ഖുർആനിൽ സ്ത്രീകളുടെ മുഖത്തേക്ക് നോക്കാതെ നിങ്ങളുടെ കണ്ണുകൾ അടച്ചുകൊള്ളണം എന്ന് പുരുഷന്മാരോട് കൽപ്പന. സ്ത്രീകളോടോ വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളൂന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദന ഫുറൂജഹുന്ന, സ്ത്രീകൾ അവരുടെ കണ്ണുകൾ അടച്ചോളണം, കണ്ണ് താഴ്ത്തിക്കോളണം, പുരുഷന്മാരിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശം. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലാണെങ്കിലോ അവിടുന്ന് പഠിപ്പിക്കുന്ന ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്ന അൽ മർഅത്തു ഔറത്തുൻ ഇദാ ഖറജത് ഇസ്തശ്റഫഹ ശൈത്താൻ, പെണ്ണ് പൂർണ്ണമായി ഔറത്താണ്. അതുകൊണ്ട് പെണ്ണ് പുറപ്പെട്ടോ ശൈത്താൻ അവളെ വെളിച്ചത്ത് കൊണ്ടുവരും. അതുകൊണ്ട് പെണ്ണ് അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാനേ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. പരിശുദ്ധ ഖുർആനിലോ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ വഅഖിംനസ്സലാ, പുരുഷന്മാര് ജുമാഅക്കും ജമാഅത്തിനും ഒക്കെ പള്ളിയിൽ പോകണമെന്ന് കൽപ്പിക്കുന്ന ഖുർആൻ സ്ത്രീകളോട് പറയുന്നു, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളെ വീടുകളിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോ, വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തുൽ ഊലാ, നിങ്ങളുടെ ഭംഗി പ്രകടിപ്പിച്ച് ജാഹിലിയ്യ കാലത്തെ പോലെ നിങ്ങൾ ഇറങ്ങണ്ട. വഅഖിംനസ്സലാ, നിങ്ങൾ നിസ്കാരം ഉറക്കെ നിർവഹിച്ചോ, വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോ നിസ്കരിച്ചോ എന്നല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ നിസ്കരിച്ചോ എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടില്ല. മറിച്ച് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോ നിസ്കരിച്ചോ, ഇങ്ങനെയാണ് അല്ലാഹുവിന്റെ ഖുർആനിൽ സ്ത്രീകളോട് കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ഉമ്മു ഹമൈദിൻ സാഇദി റളിയല്ലാഹു അൻഹ സ്ത്രീകളുടെ പ്രതിനിധിയായി വന്നിട്ട് യംനഉന അസ്വാജുനാ യാ റസൂലല്ലാഹ്, നബിയേ
തങ്ങളെ കൂടെ മദീനത്തെ പള്ളിയിൽ 1,10,000 1,00,000 അതിൽ കൂടുതലോ പ്രതിഫലം കിട്ടുന്ന മദീനത്തെ പള്ളിയിൽ തങ്ങൾ ഇമാമത്ത് നിൽക്കുമ്പോ സിദ്ദീഖുൽ അക്ബറിനെ പോലത്തെ മഹാന്മാര് തുടർന്ന് നിസ്കരിക്കുമ്പോ ആ മഹത്തായ ജമാഅത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആശയുണ്ട് നബിയേ. ഞങ്ങളെ ഭർത്താക്കന്മാരായ സഹാബികൾ ഞങ്ങളെ പള്ളിയിൽ പോകാൻ അനുവദിക്കുന്നില്ല നബിയേ എന്ന് വന്ന് കംപ്ലൈന്റ് പറയുമ്പോൾ, സഹാബികളെ നിങ്ങൾ സ്ത്രീകളെ പള്ളിയിലേക്ക് അനുവദിക്കണം എന്ന് പറയുന്നതിന് പകരം സ്ത്രീകളെ നിങ്ങൾക്ക് വീടാണ് ഖൈറ്, വീടാണ് ഖൈറ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ തന്നെ നിന്ന് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചോദനം നൽകുന്ന ഹദീസ് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു ഖുസൈമ റളിയല്ലാഹു അൻഹു, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ റിവായത്ത് ചെയ്യുമ്പോൾ, സഹോദരന്മാരെ ഇതിനപ്പുറത്തേക്ക് ചിന്തിച്ചാലോ, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരൊറ്റ സ്ത്രീയും പള്ളിയിലേക്ക് പോകാതെ അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ആതിക ബീവി എന്ന് പറയുന്നവർ ഒറ്റ പെണ്ണ് മാത്രം സുബഹിക്കും ഇശാഇനും പള്ളിയിൽ പോയാൽ ഇരുട്ടുള്ള സമയമാണല്ലോ, ഒരാളും കാണുകയില്ലല്ലോ, ഇരുട്ടിൽ ആളുകൾ കാണുകയില്ലല്ലോ, അതിന്റെ പുറമെ ഞാൻ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണാണല്ലോ, സ്ത്രീകൾ എന്ന ഖുർആനിന്റെ കൽപ്പന ഞാൻ അംഗീകരിച്ച് മുഖമടക്കം മറക്കുന്നവളാണല്ലോ, പിന്നെ സുബഹിക്കും ഇശാഇനും പള്ളിയിൽ പോയാൽ ഒരാളും കാണുകയില്ലല്ലോ എന്ന് മനസ്സിലാക്കി പള്ളിയേക്കാൾ ഖൈറ് വീടാണെന്ന ഹദീസ് കിട്ടാത്തതുകൊണ്ട്, അതറിയാത്തതുകൊണ്ട് ആ പെണ്ണ് പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരൊറ്റടി വഴിക്ക് വെച്ച് കൊടുത്തു. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്തെ പെണ്ണ് പള്ളിയിലേക്ക് പോയില്ല. അതാ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്ത് വൻ നിഹായയിൽ രേഖപ്പെടുത്തി. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വഫാത്തിന്റെ ശേഷം അസറത്തുൽ മുബശ്ശറുകളിൽപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹു പെണ്ണിനെ നിക്കാഹ് ചെയ്തു. عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عسير الكرم. മദീനത്തേക്ക് ഒരു സ്വലാത്ത് എഴുന്നേറ്റ് നിന്ന് ചൊല്ലിക്കോ മോമിനീങ്ങളെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സഹാബികളെ പേരെടുത്തിട്ട് സ്വർഗ്ഗത്തിലാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ സഹാബികളും സ്വർഗ്ഗത്തിലാണെന്ന് ഖുർആനിലുണ്ട്. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്ന, ഹുസ്നയായ സ്വർഗ്ഗം സർവ്വ സഹാബികൾക്കും കൊടുക്കുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പേരെടുത്ത് 10 ആളുകളെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ജനറൽ ബോഡിയിൽ നിന്ന് ഒരു 11 ആളെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത് പ്രഖ്യാപിക്കുന്നത് പോലെ ജനറൽ ബോഡിയിലുള്ളവരെല്ലാം പള്ളി ഭരിക്കുന്നവരാണെങ്കിലും അതിലൊരു 11 ആളുകൾ അതാ കമ്മിറ്റി മെമ്പർമാരാകുമ്പോൾ അവർ എക്സിക്യൂട്ടീവ് ആണല്ലോ. സഹോദരന്മാരെ, അച്ചടിക്കുന്ന പുസ്തകത്തിലൊക്കെ അവരെ പേരേ കാണൂ, ജനറൽ ബോഡി മെമ്പർമാരെ പേര് കണ്ടുകൊള്ളണമെന്നില്ല. സംഗതി എല്ലാവരും പള്ളി കമ്മിറ്റിയുടെ ആളുകൾ തന്നെയാണ്. ഇതുപോലെ അശറത്തുൽ മുബശ്ശരീകൾ എന്ന നിലക്ക് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു 10 ആളെ പേരെടുത്ത് സ്വർഗത്തിലാണെന്ന് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ 10 ആളുകളിൽ ഒരാളാണല്ലോ സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമീൻ. 4 ഖുലഫാഉർ റാഷിദീകൾക്ക് പുറമെ സഅദിൻ റളിയല്ലാഹു അൻഹു വസഈദിൻ റളിയല്ലാഹു അൻഹു വസുബൈരിൻ റളിയല്ലാഹു അൻഹു, ഈ നിലക്കുള്ള 10 ആളുകളിൽ ഒരാളായ സുബൈർ റളിയല്ലാഹു അൻഹു
ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലശേഷം ഈ ആതിക്കനെ കല്യാണം കഴിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടി നിന്നല്ലോ. ഇനി ഞാൻ സുബഹിക്കും ഇശാഇനും ഒന്ന് പള്ളിയിൽ പോയാൽ എന്താണെന്ന നിലക്ക് ആ പെണ്ണ് പള്ളിയിലേക്ക് ഇറങ്ങിയപ്പോ മഹാനായ സ്വർഗത്തിലാണെന്ന് റസൂലുള്ള നേരത്തെ പ്രഖ്യാപിച്ച സുബൈർ റളിയല്ലാഹു അൻഹു വഴിക്ക് കാത്തു നിന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോ ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. ആതിക്ക വീട്ടിലേക്ക് മടങ്ങി. പിന്നെ മരണം വരെ പോയിട്ടില്ല. നിലയ്ക്ക് നബിയും സഹാബത്തും പഠിപ്പിക്കുമ്പോ പെണ്ണിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുന്നതിന്റെ പുറമെ പെണ്ണിന്റെ മുഖത്തു നോക്കല് വിരോധമില്ലെന്നും ചെറിയ ദോഷങ്ങൾ ചെയ്താൽ അല്ലാഹു പുറത്തു തരുമെന്നും ഉളുപ്പില്ലാതെ പുസ്തകമിറക്കുന്നവര് അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളല്ലയോ? ദീന് മാറ്റിമറിക്കുന്നവരല്ലയോ? എന്റെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രഖ്യാപിച്ചു, എന്റെ ഉസ്താദായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് അവരെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചത്. എന്ത് പ്രഖ്യാപിച്ചു? ഖുറൈശി തറവാട്ടിലൊരു പണ്ഡിതൻ ലോകത്ത് വരാനുണ്ട്. ഇൽമു ലോകമൊട്ടാകെ നടക്കുമെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ആ മഹാനായ ഇമാം ശാഫിഈ അവിടുന്ന് ഒരിക്കലും ഞാനൊരു യോഗ്യനാണെന്ന് ചിന്തിച്ചില്ല. മറിച്ച് റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ രക്ഷയില്ലെന്ന് ചിന്തിച്ചു. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ചാലിയമെന്ന പ്രദേശം സാലിഹീങ്ങൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളുള്ള രാജ്യമാണ്. ഒരു നാടാണ്. ഒരുപാട് ആലിമീങ്ങളെ പോറ്റിയ നാട്ടുകാരാണ്. ഒരുപാട് മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരാണ്. പക്ഷേ നിങ്ങളെ മനസ്സിലോ നമ്മുടെ മനസ്സിലോ ഏതെങ്കിലും ഒരാളെ മനസ്സിലോ നമ്മളൊരു യോഗ്യരാണെന്ന ചിന്ത വേണ്ട. നാം റബ്ബിന്റെ അടുക്കലെത്തുമ്പോ സലാമത്താകണോ? മഹാന്മാരുടെ മനസ്ഥിതി നമ്മുടെ ഖൽബിൽ വേണം. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ്, ഞാൻ പറഞ്ഞില്ലേ, ഇമാം ഗസാലിയെ പോലെ, ഇമാമുൽ ഹറമൈനിയെ പോലെ, ഗൗസുൽ ആദമിനെ പോലെ, ഖദ്ദസല്ലാഹു അസ്റാറഹും, അങ്ങനെയുള്ള മഹാന്മാരൊക്കെ അവിടുത്തെ കുട്ടികളല്ലേ? ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടികളല്ലേ? ആ നിലക്കുള്ള ഇമാം ശാഫിഈ വഫാത്തിനോട് അടുത്ത സമയമായപ്പോൾ ഇമാം മുസ്ലിം തങ്ങൾ പോയി, കൈഫ അസ്ബഹത യാ ശൈഖി, ഉസ്താദേ വിവരമുണ്ട്, എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കുമ്പോ അവിടുത്തെ മറുപടി, അസ്ബഹതു മിനദ് ദുനിയാ റാഹിലാ വലി ഇഖ്വാനി മുഫാരിഖാ വലി സൂഇ അഅമാലി മുലാഖിയാ വഇലല്ലാഹി റാദിയാ. മോനെ, കുറച്ചു കാലം ഈ താഴ്ന്ന ദുനിയാവിൽ ചുറ്റിക്കറങ്ങി ജീവിച്ചല്ലോ. ഈ ദുനിയാവിൽ യാത്രക്കൊരുങ്ങിപ്പോയി മോനെ. അസ്ബഹതു മിനദ് ദുനിയാ റാഹിലാ. ആരാണ് പറയുന്നത്? ദിവസേന ഓരോ ഖത്മ് ഖുർആൻ ഓതിയ മഹാൻ, റമദാനിൽ 2 ഖത്മ് ഓതിയ മഹാൻ. മുതഅല്ലിമീങ്ങളെ, സുബ്ഹിന്റെ ശേഷം അരമണിക്കൂർ ഖുർആൻ ഓതണമെന്ന് ഉസ്താദ് പറഞ്ഞാൽ, 15 മിനിറ്റ് മുസ്ഹഫ് എടുത്ത് ഓതണമെന്ന് പറഞ്ഞാൽ, ഉസ്താദിന്റെ കണ്ണ് തെറ്റുമ്പോ മുസ്ഹഫ് പൂട്ടിവെക്കാൻ ശ്രമിക്കുന്നവരല്ലേ നമ്മളിൽ പലരും. അതേ സമയത്ത് ഒരു ദിവസം 1 ഖത്മ് ഖുർആൻ ഓതിയ മഹാൻ, റമദാനിൽ 2 ഖത്മ് ഖുർആൻ ഓതിയ മഹാൻ, തഹജ്ജുദ് കൈയൊഴിക്കാത്ത മഹാൻ, ജീവിതത്തിൽ ഒരു കളവ് പറയാത്ത മഹാൻ, 7-ാം വയസ്സിൽ
വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. അത് നമ്മെപ്പോലെയുള്ള പരീക്ഷയ്ക്കെഴുതാനുള്ള മനഃപ്പാഠമല്ല. ഖുർആൻ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലെപ്പോഴും ചലിപ്പിക്കാനും നടത്താനും കഴിയുന്ന വിധം ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹാൻ. മുവത്ത എന്ന കിതാബ് മദീനത്ത് പോയി മാലിക് റളിയല്ലാഹു അൻഹു നോദാൻ പോകുമ്പോ അതും കാണാതെ പഠിച്ചിട്ട് പോയ മഹാൻ. വീട്ടിന്റെ ഉള്ളിൽ കിട്ടുന്ന ഇൽമൊക്കെ എഴുതി വെച്ച് റൂം നിറഞ്ഞു പോയപ്പോ കിടക്കാനും ഇരിക്കാനും സ്ഥലമില്ലല്ലോ. ഇനി ഞാൻ ഇൽമ എവിടെ എഴുതി വെക്കുമെന്ന് ചിന്തിച്ചിട്ട് ഇനി എഴുതല് വേണ്ട, എഴുതിയത് മനഃപ്പാഠമാക്കാമെന്ന് കരുതി റൂമിന്റെ ഉള്ളിലേക്ക് കടന്ന് എഴുതി വെച്ച ഓലകൾ എടുത്ത് വായിച്ചു കഴിയുമ്പോൾ ആ സമയത്ത് തന്നെ ഓതിയത് ഒറ്റ നോട്ടം നോക്കുമ്പോഴേക്ക് തന്നെ മുഴുവനും മനസ്സാകുന്ന കമ്പ്യൂട്ടറിൽ പകർത്തിപ്പോയി. റൂമെന്ന് ഇറങ്ങുമ്പോ ഇനി അലമാര പരതേണ്ടതില്ല, എടുത്തു നോക്കേണ്ടതില്ല. എന്റെ മനസ്സാകുന്ന പാത്രത്തിൽ ഞാൻ മുഴുവനും ഒഴിച്ച് സൂക്ഷിച്ചു പോയി എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന മഹാൻ ഇമാം മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ പറയുന്നു, അസ്ബഹ്തു മിനദ് ദുനിയാ റാഹില, ഞാൻ ഈ ദുനിയാവെന്ന് യാത്രക്കിറങ്ങിപ്പോയി മോനെ. വലിഖ്വാനി മുഫാരിഖ, എന്റെ സ്നേഹിതന്മാരോട് വിട പറയാനായി മോനെ. വലിസൂഇ അമാലി മുലാഖിയാ, എന്റെ ജീവിതത്തിൽ വന്ന തെറ്റുകളൊക്കെ ഞാൻ കണ്ടെത്തിക്കാൻ പോകുന്നു മോനെ. ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ഇമാം ഷാഫിഈ തങ്ങളെ വിനയം കണ്ടോ, അവിടുത്തെ മനസ്സ് കണ്ടോ. ഞാൻ തെറ്റ് ചെയ്തു പോയെങ്കിൽ അതെനിക്ക് കാണാനുള്ള സമയം അടുത്തുപോയല്ലോ. വൈലല്ലാഹി റാജിയാ, എന്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ ഞാൻ റബ്ബിനടുക്കിലേക്ക് ഇറങ്ങിപ്പോയി മോനെ. ഫലമ്മാ ഖസാ ഖൽബി വളഖത് മലാഹിബി ജഅൽതു റജാഇ നഹവ അഫ്വീക സുല്ലമാ തഅലമനി ദംബി ഫലമ്മാ ഖറൻതുഹു ബിഅഫ്വീക റബ്ബി കാന അഫ്വൂക അഅ്ളമാ. അല്ലാഹുവേ, നിന്റെ വിട്ടുവീഴ്ച കൊണ്ടല്ലാതെ ഇമാം ഷാഫിഈക്ക് രക്ഷയില്ല റബ്ബേ. നിന്റെ വിട്ടുവീഴ്ചയിൽ ഞാൻ എന്റെ ആശ മുഴുവനും അർപ്പിച്ച് നീങ്ങുന്നു റബ്ബേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞില്ലേ. സഹോദരന്മാരെ, പ്രസംഗിക്കുന്ന ഞാനോ പ്രസംഗം കേൾക്കുന്ന നിങ്ങളോ ആരും യോഗ്യന്മാരാണെന്ന ചിന്തയിൽ ജീവിക്കണ്ട. സാലിഹീങ്ങളെ പിന്തുടർന്ന് റബ്ബിന്റെ മാപ്പ് കൊണ്ടല്ലാതെ, റബ്ബിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ രക്ഷയില്ല എന്ന നിലയ്ക്ക് വിനയാന്വിതരായി, കിബിറില്ലാതെ, റിയായില്ലാതെ, ഹസദില്ലാതെ, അഹങ്കാരമില്ലാതെ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളായ റിഫീങ്ങൾക്ക് റബ്ബ് പറഞ്ഞ ലക്ഷണം വളരെ പാവപ്പെട്ടവരായി, വളരെ മോശക്കാരാണെന്ന ധാരണയോടെ താഴ്ന്ന നിലക്ക് അവർ ജീവിക്കുന്നു.
അവര് ഞാനൊരു യോഗ്യനാണെന്ന ചിന്തയില്ല, നേതാവാകണമെന്ന ആഗ്രഹമില്ല, എനിക്ക് സ്ഥാനം ലഭിക്കണമെന്ന ചിന്തയില്ല. ചിന്തയുണ്ടെങ്കിലോ അവർക്ക് സ്വർഗത്തിലെ വീട് റബ്ബ് വെച്ചിട്ടില്ല. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. സുബ്ഹാനല്ലാഹ്, നമ്മളെ ഇന്നത്തെ ലോകം എന്താണ്? ഒരു 2 കൊല്ലമായി പള്ളി കമ്മിറ്റിന്റെ പ്രസിഡന്റായവൻ ഈ ജനറൽ ബോഡിയിൽ വൈസ് പ്രസിഡന്റ് ആക്കിയാൽ അവന്റെ മനസ്സിൽ തോന്നിപ്പോയി, ഞാനിവിടെ ഉള്ളപ്പോ മറ്റവരെ പ്രസിഡന്റ് ആക്കിയോ, ഞാനാരാണ്? സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. 2 മുദരിസന്മാരുള്ള ഒരു സ്ഥലത്ത്, 2 മുദരിസന്മാരുള്ള ഒരു സ്ഥലത്ത് ഒരു ദുആ ചെയ്യേണ്ട സമയത്തിപ്പോ ഒരു മുദരിസ് ദുആ തുടങ്ങുമ്പോ മറ്റേ മുദരിസിന്റെ മനസ്സിൽ തോന്നിപ്പോയി, എന്നോടൊന്ന് ദുആർക്കാൻ പറയാതെ ഇയാൾ തുടങ്ങിയോ എന്ന് മറ്റേ മുദരിസിന്റെ മനസ്സിൽ തോന്നിപ്പോയി. അല്ലേ? ആഖിർ സമാനല്ലേ? ഖൽബ് ശുദ്ധിയുള്ളവരെവിടെ? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം. വഅൽ പറയാൻ വേണ്ടി മുസ്ലിയാര് വരുമ്പോ സ്റ്റേജിന്മേലുള്ള ആള് തക്ബീർ തുടങ്ങിയിട്ടില്ലെങ്കിൽ മൊയ്യാനെ മനസ്സിൽ വന്നുപോയി, എന്നെ സദസ്സിൽ വരുമ്പം ബഹുമാനിച്ചിട്ടില്ലല്ലോ. വഅൽ പറയാൻ വരുന്നവന്റെ മനസ്സിൽ തോന്നിപ്പോയി, കയറി വരുന്ന സദസ്സിലുള്ള ജനങ്ങളെ എഴുന്നേറ്റ് നിന്നിട്ടില്ലെങ്കിൽ മൊയ്യാനെ മനസ്സിൽ തോന്നിപ്പോയി, എന്നെ ജനങ്ങൾ ബഹുമാനിച്ചില്ലല്ലോ, ഇവരെന്ത് നാട്ടുകാരാണ്. ഈ നിലക്ക് കിബറും ഹസദും റിയാവുമായി ലോകം നിറഞ്ഞുപോയ കാലമല്ലേ സഹോദരന്മാരെ? ഈ സമയത്ത് ഒന്നാമത് വാല് പറയേണ്ടത് സാധുവായ എന്നോടല്ലേ? വാല് പറയേണ്ടത് നമ്മുടെ എല്ലാം മനസ്സ് നന്നാകാനല്ലേ? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നവരാരാണ്? പടച്ചവന്റെ ചെയ്തികളെയും മനസ്സ് നന്നായി കാണുന്നവനാണ്, നമ്മുടെ മനസ്സിലുള്ള വിചാരമറിയുന്നവനാണ്, വികാരമറിയുന്നവനാണ്. സാധുവായ ഞാൻ ചാലിയത്തുവെന്ന് പ്രസംഗിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്റെ റബ്ബിന് എന്റെ മനസ്സിലുള്ളത് നന്നായി അറിയാം. മജ്ലിസിലേക്ക് വന്ന നിങ്ങളെ നിയ്യത്ത് റബ്ബിന് നന്നായി അറിയാം, സംഘടിപ്പിച്ചവരുടെ നിയ്യത്തറിയാം. എല്ലാ മനുഷ്യന്റെയും ഖൽബിലുള്ള സർവ്വ കാര്യങ്ങൾ പറയുന്ന റബ്ബിന്റെ മുമ്പിൽ എത്തുന്ന സമയത്ത് രക്ഷപ്പെടലോ. നിന്റെ ക്ലിയറായ മനസ്സോട് റബ്ബിനെ സമീപിച്ചോ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച ചിന്തയുമായി റബ്ബിനെ സമീപിക്കുന്നവർ രക്ഷപ്പെട്ടുപോയി. സ്ഥാനമാനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരും എല്ലാ നേതാവും വഷളായിപ്പോയി. അതുകൊണ്ട് വാളുകൾ ധാരാളം ഉണ്ട്, പക്ഷേ ഹൃദയം ശുദ്ധിയാകുന്ന സദസ്സുകൾ വളരെ കുറവ്. അല്ലാഹു സാധുക്കളായ നമ്മെ എല്ലാം നന്നാക്കി തരട്ടെ, നമ്മുടെ മനസ്സുകൾ അല്ലാഹു തആല ക്ലിയർ ആക്കി തരട്ടെ. സഹോദരന്മാരെ, നാം വളരെ പാവപ്പെട്ടവരാണെന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണം. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. ഇപ്പൊ എനിക്ക് തോന്നും, ഞാൻ കൃത്യമായി നിസ്കരിക്കുന്നവനല്ലേ, ഞാൻ നോമ്പെടുക്കുന്നവനല്ലേ, ഞാൻ വാഴ പറയുന്നവനല്ലേ, ഞാൻ വാഴ സംഘടിപ്പിക്കുന്നവനല്ലേ, ഞാൻ സ്ഥാപനം നടത്തുന്നവനല്ലേ, ഞാൻ ദർശ നടത്തുന്നവനല്ലേ, ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നിപ്പോയേക്കാം. ഞാൻ പള്ളിക്കമ്മിറ്റിന്റെ പ്രസിഡന്റ് അല്ലേ, സെക്രട്ടറി അല്ലേ എന്നൊക്കെ വേറെ ചിലർക്ക് തോന്നിയേക്കാം. വേറെ ചിലർക്ക് ഞാൻ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനല്ലേ, ഞാൻ ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവനല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളാരും യോഗ്യന്മാരല്ല. യോഗ്യന്മാരാണെന്ന് ആർക്കെങ്കിലും അവകാശവാദമുണ്ടോ?
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിച്ചു തരട്ടെ. സഹോദരന്മാരെ, മനസ്സ് ക്ലിയറാകാതെ നാം രക്ഷപ്പെടുകയില്ല. യോഗ്യന്മാരാണെന്ന് ആർക്കെങ്കിലും അവകാശവാദമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ അവരോട് പറയുന്നു, നീയും ഞാനുമൊന്നും ജീവിതത്തിൽ ഒരു നിസ്കാരം നിസ്കരിച്ചിട്ടില്ല. ഏത് നിസ്കാരം? ആരിഫീങ്ങൾ ഔലിയാക്കൾ നിസ്കരിച്ച നിസ്കാരം. ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ശരീരത്തിൽ അമ്പ് തെറിച്ചുപോയി. ആ തെറിച്ച അമ്പ് ചൂണ്ടൽ കണിയുന്നത് പോലെ, മത്സ്യത്തിന്റെ കവിളിൽ ചൂണ്ടൽ കണിയുന്നത് പോലെ മാംസത്തിന്റെ ഉള്ളിലെ അണ്ട് തെറിച്ചുപോയി. പിടിച്ചു പറിച്ചിട്ട് വരുന്നില്ല, വേദന സഹിക്കുന്നില്ല, അമ്പ് പിടിച്ചു പറിക്കാൻ കഴിയുന്നില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വസിയ്യത്ത് ചെയ്തു, മക്കളെ, ഞാൻ എന്റെ യജമാനനായ അല്ലാഹുവുമായി സംഭാഷണം നടത്തുന്ന സമയമാണ് നിസ്കാരത്തിന്റെ സമയം. ആ സമയത്ത് ഞാൻ റബ്ബുമായി സംഭാഷണം നടത്തുമ്പോ എന്റെ ചിന്ത എന്റെ റബ്ബിൽ ലയിക്കുന്ന സമയമാണ്. എന്റെ യജമാനനോട് ഞാൻ സംഭാഷണം നടത്തുമ്പോ എന്റെ ചിന്ത റബ്ബിൽ ലയിച്ചുപോയി. ആ സമയത്ത് നിങ്ങൾ എന്റെ ശരീരത്തിൽ തെറിച്ച അമ്പ് പിടിച്ചു പറിച്ചെടുത്തോ, വേദന ഞാൻ അറിയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ നിസ്കാരത്തിന് നിന്നു. നിസ്കരിക്കാൻ നിന്ന സമയത്ത് ശിഷ്യന്മാര് പോയി അമ്പ് പിടിച്ചു പറിച്ചു. ശരീരത്തിൽ നമ്പ് പിടിച്ചു പറിച്ചെടുത്തു. രക്തമതാ ധാരയായി ഒഴുകുന്നു. അതാ അമ്പ് പിടിച്ചു പറിച്ച് മാംസത്തിൽ നിന്ന് പറിച്ചെടുക്കുന്നു. നിസ്കാരം കഴിഞ്ഞിട്ട് അലി ഇബ്നു അബീ ത്വാലിബിന്റെ ചോദ്യം, എന്തേ നിങ്ങളാ അമ്പ് പറിച്ചെടുക്കാതിരുന്നത്? പറിച്ച വിവരം ബഹുമാനപ്പെട്ടവരറിഞ്ഞില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയിൽ ആകൃഷ്ടരായ സ്ത്രീകൾ ആപ്പിൾ മുറിക്കുമ്പോൾ കത്തി കൊണ്ട് കൈമുറിച്ച വേദന അറിഞ്ഞില്ല. അല്ലാഹുവുമായുള്ള സംഭാഷണത്തിൽ അടിമ മുഴുകുമ്പോൾ ലോകത്തുള്ള വിവരങ്ങളൊന്നും അങ്ങ് അറിയുന്നില്ല. മുഅ്മിനായ മനുഷ്യ, നിനക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഞാനൊരു യോഗ്യനാണെന്ന്. ചോദിക്കട്ടെ, ഈ പാവപ്പെട്ട ഞാൻ ഒരു 30ഓളം കൊല്ലമായി നിസ്കരിക്കാൻ തുടങ്ങിയില്ലേ? നിങ്ങൾ നിസ്കാരം തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം തക്ബീർ തുടങ്ങിയിട്ട് സലാം വീട്ടുന്നതിനിടയ്ക്ക് ഈ താഴ്ന്ന ദുന്യാവിന്റെ ചിന്തകളൊന്നും മനസ്സിലേക്ക് കടക്കാതെ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ മാത്രം ലയിച്ച മനസ്സുമായി ദുന്യാവിന്റെ ചിന്ത കടക്കാതെ തക്ബീർ മുതൽ സലാം വരെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം സമ്പാദിച്ചതോർമ്മയിലുണ്ടോ? തുസല്ലി ബിലാ ഖൽബിൻ സലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൽ ലിൽ ഉഖൂബതി. ജീവിതത്തിൽ ഒരു പൂർണ്ണ നിസ്കാരം സമ്പാദിച്ചില്ലല്ലോ. ഞാനിത് പറഞ്ഞത് കൊണ്ട് ഇനി തീരെ നിസ്കാരം വേണ്ടെന്ന് ചിന്തിക്കണ്ട. ഇത്തഖുല്ലാഹ മസ്തതഅതും, നിങ്ങളെ കൊണ്ട് കഴിയും പോലെ തഖ്വ ചെയ്യണമെന്നല്ലേ കൽപ്പന. ഈ സമയത്ത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഞാനും നിങ്ങളും യോഗ്യന്മാരാണെന്ന ധാരണ വേണ്ട. ഒരുപാട് അപാകതകൾ വന്ന പാവികളാണെന്ന നിലയ്ക്ക് നാം എല്ലാം റബ്ബിലേക്ക് തൗബ ചെയ്യണം സഹോദരന്മാരെ. റബ്ബിനോട് മാപ്പ് ചോദിക്കണം മുഅ്മിനീങ്ങളെ. ആ തൗബക്ക് ഏറ്റവും പറ്റിയ ദിവസങ്ങളാണ്, തൗബക്ക് ഏറ്റവും പറ്റിയ സമയമാണ് ശഅബാനും റമദാനും കേട്ടോ.
ജീവിതത്തിൽ അല്ലാഹുവിന്റെ വെള്ളം കുടിച്ച് ജീവിച്ചു, അവന്റെ ഭക്ഷണം കഴിച്ച് ജീവിച്ചു, അവൻ തന്ന കണ്ണുകൊണ്ട് നോക്കി, അവൻ തന്ന കാതുകൊണ്ട് കേട്ടു, അവൻ തന്ന കൈകൊണ്ട് പിടിച്ചു, അവൻ തന്ന കാലുകൊണ്ട് നടന്നു, അവൻ തന്ന മനസ്സുകൊണ്ട് ചിന്തിച്ചു, അവൻ തന്ന വെള്ളം കുടിച്ചു, അവന്റെ ഭക്ഷണം കഴിച്ചു. യജമാനന്റെ ഭൂമിയിൽ താമസിക്കുന്ന സാധുക്കളായ നമ്മൾ നന്ദികേടൊരുപാട് ചെയ്തു പോയില്ലേ? അവൻ തന്ന കണ്ണുകൊണ്ട് ഹറാമിലേക്ക് നോക്കിപ്പോയില്ലേ? അവൻ തന്ന കാതുകൊണ്ട് ഹറാമ് കേട്ടുപോയില്ലേ? അവൻ തന്ന നാവ് കൊണ്ട് അതാ ഹറാമ് പറഞ്ഞു പോയില്ലേ? അവൻ തന്ന വയറ്റിലേക്ക് വലതും തിന്ന് കുടിച്ചു പോയില്ലേ? അവൻ സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് അവന് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ തന്ന വീട്ടിൽ അവൻ തന്ന ആരോഗ്യത്തോടെ സുബ്ഹി ഖളാക്കി ചിലപ്പോൾ ഉറങ്ങിപ്പോയില്ലേ? ഓ മനുഷ്യ, സംസാരിക്കുന്ന എനിക്ക് ഗ്യാരണ്ടിയുണ്ടോ? വാളിന് വന്ന നിനക്ക് ഗ്യാരണ്ടിയുണ്ടോ? ഇപ്പോൾ തന്നെ റബ്ബ് അവന്റെ കോടതിയിലേക്ക് നമ്മെ അങ്ങ് വിളിച്ചാൽ ഖബറാകുന്ന വീട്ടിൽ പോയി ഒരുപാട് ദിവസം കിടക്കാറില്ലേ? ആ കിടക്കുന്ന സമയത്തേക്ക് സമ്പാദ്യം കയ്യിലുണ്ടോ? റബ്ബിന്റെ കോടതിയിലേക്ക് സമ്പാദ്യമുണ്ടോ? ഇല്ലെങ്കിൽ നല്ല ദിവസങ്ങളിതാ, നല്ല മാസങ്ങളിതാ, നല്ല സമയങ്ങളിതാ. ഉത്ലുബ് മതാബൻ ബിന്നദമത്തി മുഖ്ലിയാ വബിഅസ്മി തർകിൽ ദംബി ഫീമാ ഇസ്തഖബലാ വബറാഅത്തിൻ മിൻ കുല്ലി ഹഖ്ഖിൽ ആദമി ഫലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മിലാ. ഹക്കുകളൊക്കെ കൊടുത്തു കിട്ടിക്കോ, പൊരുത്തപ്പെടിക്കാനുള്ളത് പൊരുത്തപ്പെടിച്ചോ, ചെയ്യുന്ന തെറ്റ് നിർത്തിവെച്ചോ, റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കാൻ പ്രതിജ്ഞയെടുത്തോ. ചെയ്തു പോയ ദോഷത്തിന് യജമാനന്റെ മുമ്പിൽ പൊട്ടി കരഞ്ഞ് തൗബ ചെയ്തോ. റബ്ബ് തൗബ സ്വീകരിക്കുന്നവനാണ്. അർഹമുർറാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, നിന്റെ സ്വാലിഹീങ്ങൾ, നിന്റെ ആരിഫീങ്ങൾ, നിന്റെ ഔലിയാക്കൾ ധാരാളം ജീവിച്ച് മരിച്ചുപോയ ഈ നാട്ടിൽ മിസ്കീന്മാരായ ഞങ്ങൾ ആഖിർ സമാനിലെ ചണ്ഡിതവറുകളാണ്. ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഈ സദസ്സിൽ നിന്ന് അടിമകളായ ഞങ്ങളെ തിരിച്ചയക്കുമ്പോൾ ഞങ്ങളെ ഏടുകളിൽ നിന്ന് ഞങ്ങളെ ദോഷങ്ങൾ അയച്ചു കളഞ്ഞിട്ടല്ലാതെ നീ ഞങ്ങളെ തിരിച്ചയക്കരുത് റബ്ബേ. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരാകരുത്. അവൻ അർഹമുർറാഹിമീനാണ്. ആ റബ്ബിന്റെ റഹ്മത്ത് കിട്ടുമെന്ന പ്രതീക്ഷയോടെ തന്നെ ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, ദോഷങ്ങളെന്ന മാപ്പ് തരുമെന്ന പ്രതീക്ഷയോടെ തന്നെ റബ്ബ് എന്നെ ശിക്ഷിക്കുമോ എന്ന ഭയം നമ്മുടെ ഖൽബിൽ വേണം. കൃത്യമായി 5 വക്ത് നിസ്കരിക്കണം, ഖളാകാതെ നിസ്കരിക്കണം, ജമാഅത്തിന് പരമാവധി പങ്കെടുക്കണം, തഖ്വ ചെയ്ത് ജീവിച്ച് മരിക്കണം. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളോട് പറയാനുള്ളത്. അതേ സമയത്ത് മുസ്ലിങ്ങളെ, ലോകത്ത് അല്ലാഹു ദോഷം പൊറുക്കാത്തൊരു വിഭാഗമുണ്ട്. ആ വിഭാഗം ആരാണ്? അത് അല്ലാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. അല്ലാഹു തആല ദോഷം പുറത്തു കൊടുക്കാത്ത ഒരു വിഭാഗം ഉണ്ട്. അതാരാണ്? ഇന്നത്തെ പുത്തൻവാദികൾ മുഴുവനും ആ പറഞ്ഞ കമ്പനിയിൽപ്പെട്ടവരാണ്. അല്ലാഹു നമ്മുടെ സന്താന പരമ്പരകൾ ഖിയാമത്ത് നാൾ വരെ, നമ്മുടെ ശിഷ്യ പരമ്പര ഖിയാമത്ത് നാൾ വരെ എല്ലാവിധ ബിദ്അത്തുകളിൽ നിന്നും സുന്നത്ത് ജമാഅത്തിനെതിരായ മുഴുവൻ ആശയങ്ങളിൽ നിന്നും സലാമത്താക്കി അല്ലാഹു തആല ജീവിപ്പിക്കുമാറാകട്ടെ. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. റഹ്മാനുർ റബ്ബേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹനീയ ഹളറത്തിൽ നീ എത്തിക്കണം റഹ്മാനേ.
അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ ഖൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാനെ. അവിടുത്തെ ഖബറിൽ നിന്നുള്ള മദദ് സഹായം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അവിടുത്തെ ശഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും തരണം റഹ്മാനെ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, ലോകത്ത് അല്ലാഹു തആല ബഹുമാനിച്ചതിനെ മുഴുവനും തരംതാഴ്ത്തുകയും അല്ലാഹുവിന്റെ ദീനിനെ മാറ്റിമറിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ളവരുടെ ലക്ഷ്യം. സാധാരണക്കാര് പലരും അതിൽ കുടുങ്ങിപ്പോയതാണ്, അതിൽ അബദ്ധത്തിൽ ചാടിപ്പോയതാണ്. അല്ലാഹു അവർക്ക് സുന്നത്ത് ജമാഅത്താകുന്ന തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാനൊരു ചെറിയ സൂചന മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങൾ മദീനത്തേക്ക് പോയാൽ പോകണമെന്നില്ല, ഇവിടെ STD ISD സൗകര്യമില്ലേ? മദീനത്തിപ്പോൾ രണ്ടര മണിക്കൂർ കുറവാണ് അവിടെ. അപ്പോൾ നമ്മൾക്കിപ്പോൾ 12:30 12:45 ആയിട്ടുണ്ടെങ്കിൽ അവരവിടെ ഉറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അവിടെ വഅദ് വേണമെന്നില്ല. നിങ്ങൾ ടെലിഫോൺ ചെയ്ത് ചോദിക്ക്, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ശരീഫിന്റെ പിന്നിൽ ഹുജറത്ത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു റൂമുണ്ട്. ആ റൂമിനൊരു വട്ടക്കണ്ണിയുണ്ട്, ഒരു വലിയ വാതിലുണ്ട്. വാതിലിനൊരു വട്ടക്കണ്ണിയുണ്ട്, പിത്തളയുടേതാണത്. ആ വട്ടക്കണ്ണിയുടെ മേലെ ഒരു വരി പദ്യം കൊത്തിവെച്ചിട്ടുണ്ട്. ഏതാണ് ആ പദ്യം? ഞാൻ പറയാം. മദീനയിൽ റൗദാ ശരീഫിന്റെ പിന്നിൽ ഹുജറത്ത് ഫാത്തിമയുടെ വാതിലിന്റെ വട്ടക്കണ്ണിയിൽ കൊത്തിവെച്ച പദ്യം ഏതാണ്? നമ്മളെങ്ങാനും ഇവിടുന്ന് മങ്കൂസ് ഓതിയാൽ, നമ്മളെങ്ങാനും ഇവിടെ നിന്ന് ബുർദ വൈത്തി ചൊല്ലിയാൽ മൗലൈമാര് പറയും അതൊക്കെ വയറ്റി കിട്ടാൻ വേണ്ടി മുസ്ലിയാന്മാരെടുക്കുന്ന പണിയാണ്. എന്നാ മദീനയിൽ റസൂലുള്ളാഹിന്റെ റൗദന്റെ പിന്നിൽ വാതിലിന്റെ വട്ടക്കണ്ണിയുടെ മേലെ ഒരു പദ്യം എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ആ പദ്യം അവിടെ കൊത്തിവെച്ചത് എന്തിനാണ്? എന്താണ് പദ്യം? വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തമീം. ചൊല്ലിക്കൊരു സ്വലാത്ത്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. എല്ലാ പ്രശ്നങ്ങൾക്കും ശഫാഅത്ത് ചെയ്യുന്ന മഹാനാണ് അല്ലാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത് ചെയ്യുന്ന, ശുപാർശ ചെയ്യുന്ന ആളാണ് എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്. മുസ്ലിയാരെ, അതൊരു പദ്യല്ലേ? അത് തെളിവാവോ എന്ന് ചോദിക്കണ്ട. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമായി പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്തിനുള്ള അധികാരം, ശുപാർശക്കുള്ള അധികാരം അല്ലാഹു കൊടുത്തിരിക്കുന്നു. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയെ, തങ്ങൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി തങ്ങൾ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയണം. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഈമാനുള്ള പുരുഷന്മാർക്ക് വേണ്ടിയും ഈമാനുള്ള സ്ത്രീകൾക്ക് വേണ്ടിയും തങ്ങൾ അല്ലാഹുവിനോട് ദോഷം പുറത്തു കൊടുക്കാൻ തങ്ങൾ ആവശ്യപ്പെടണം നബിയേ. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് ആവശ്യപ്പെടുക, അതിനല്ലേ ശഫാഅത്ത് എന്ന് പറയുന്നത്. മുഅ്മിനീങ്ങളെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി, മുഅ്മിനാത്തുകളെ ദോഷം പുറത്തു കിട്ടാൻ വേണ്ടി തങ്ങൾ അല്ലാഹുവിനോട് ആവശ്യപ്പെടണം നബിയേ. അല്ലാഹ് പറയുന്നു, ഞാൻ മുഅ്മിനീങ്ങൾക്ക് ദോഷം പൊറുക്കാൻ തങ്ങൾ എന്നോട് പറയണം നബിയേ. തങ്ങൾ പറഞ്ഞാൽ ഞാൻ ദോഷം പുറത്തു കൊടുക്കാം. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, വലാ മാനാ ലിശ്ശഫാഅത്തി ഇല്ലാ ഹാദാ. ഇത് തന്നെയാണ് ശഫാഅത്തിന്റെ മാന. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹ് പറയുന്നു, നിങ്ങൾ
നിങ്ങൾ നബിയെ അവിടുന്ന് മോമിനീങ്ങളെ ദോഷം പുറത്തു കിട്ടാൻ തങ്ങൾ എന്നോട് പറയണം നബിയെ. അതിനാണ് ശഫാഅത്ത് എന്നും റെക്കമെൻഡ് എന്നൊക്കെ പറയുന്നത്. ആ റെക്കമെൻഡ് ചെയ്യാൻ റസൂലുള്ളാഹിക്ക് നിർദ്ദേശമാണ്. റസൂലുള്ളാഹിക്ക് അതിന് നിർദ്ദേശമാണെന്ന് പറയുമ്പോ പിന്നെ ശഫാഅത്തിന് അധികാരം കിട്ടിയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇനി നിങ്ങൾ ബുഖാരി മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം എനിക്ക് നൽകി കഴിഞ്ഞുപോയി, എനിക്ക് കിട്ടിക്കഴിഞ്ഞു പോയി ജനങ്ങളെ. ഇപ്പൊ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദോഷം പുറത്തു കൊടുക്കാൻ വേണ്ടിയും അല്ലാതെയും ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഖുർആനും ഹദീസും പറയുന്നു. മാനറാമക്കും ശുഫആഅക്കും അല്ലദീന സഅംതും അന്നകും ഫീകും ശുറകാ. അല്ലാഹു പറയുന്ന ഖിയാമത്ത് നാളിൽ അബൂജഹൽ വരും, ഉത്ബത്ത് വരും, ശൈബത്ത് വരും. എന്നിട്ടോ അവരൊക്കെ വിശ്വസിച്ചത് എന്താണ്? ഞങ്ങൾക്ക് ലാത്ത ഉസ്സ തുടങ്ങിയ വിഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നാണ് വിശ്വസിച്ചത്. ആ സമയത്ത് നമ്മളവരോട് ചോദിക്കും, ഓ മുശ്രിക്കീങ്ങളെ, അള്ളാഹുവിന് കൂറുകാരായ കുറെ റെക്കമെൻഡുകാരുണ്ട്, പടച്ചവന് കൂറുകാരായ കുറെ ശരീക്കന്മാരുണ്ട്. അവര് അള്ളാഹിനോട് പറഞ്ഞാൽ അള്ളാഹ്ക്കത് എടുത്തില്ലെങ്കിൽ അള്ളാഹിന്റെ ഭരണം പൊളിഞ്ഞു പോകും എന്ന് വിശ്വസിച്ച നിങ്ങൾ ഇപ്പൊ വരുമ്പോൾ പടച്ചവന്റെ കൂറുകാരായ ശുപാർശക്കാരുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ ശുപാർശക്കാരെവിടെ എന്ന് മുശ്രിക്കീകളോട് അള്ളാഹ് ചോദിക്കുമെന്ന് അള്ളാഹ് പറയുന്നു. അതേപോലെ അള്ളാഹിന്റെ പാർട്ണർമാരായ കുറച്ച് ശുപാർശക്കാരി നാം മുശ്രിക്കുകൾ വിശ്വസിച്ചത്. അതാ അന്നക്കും ഫീക്കും ശുറകാ സഅംതും അന്നക്കും ഫീക്കും ശുറകാ. അള്ളാഹുവിന്റെ കൂറുകാരാണ് നിങ്ങൾ വിശ്വസിച്ച കുറച്ച് ശുപാർശക്കാര്. ഏതുപോലെ നമ്മളെ പ്രധാനമന്ത്രിക്ക് കുറെ കൂറുകാര്, ആ കൂറുകാര് ശുപാർശ ചെയ്തു, ശുപാർശ സ്വീകരിക്കുന്നില്ല അറിഞ്ഞു. എന്നാ ഭരണം ഞാൾ പൊളിക്കൂന്ന് പൊളിച്ചു, അങ്ങനെ പൊളിച്ചു, കൂറുകാര് പൊളിച്ചു. ഇതുപോലെ പടച്ചവന്റെ ഭരണത്തിന് കുറെ കൂറുകാരുണ്ടെന്നും ആ കൂറുകാരുടെ ശുപാർശ സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹിന്റെ ഭരണം ആ ശുപാർശക്കാർ പൊളിക്കുമെന്നും വിശ്വസിച്ച വിശ്വാസമായിരുന്നു മുശ്രിക്കുകൾക്കുണ്ടായിരുന്നത്. ഇതാണ് അള്ളാഹ് പറഞ്ഞത്, കൂറുകാരായ ശഫാഅത്ത് ചെയ്യുന്നവരിൽ വിശ്വസിച്ചു. നമ്മളങ്ങനെ അള്ളാഹിന്റെ റസൂൽ നബിയും ഔലിയാക്കളൊക്കെ അള്ളാഹിന്റെ കൂറുകാരാണ് നമ്മളെ വിശ്വാസം. ലാ ശരീക ലഹു, അള്ളാഹുവിന് ഒരു കൂറുകാരുമില്ല. പിന്നെ ആരുണ്ട്? അള്ളാഹുവിന് ഔലിയാക്കളുണ്ട്, ഇഷ്ടപ്പെട്ട മഹാന്മാരുണ്ട്, അവൻ സ്നേഹിച്ച നബിമാരുണ്ട്. സ്നേഹമുള്ളവർ ചോദിച്ചാൽ അള്ളാഹു തആല സ്വീകരിക്കലുണ്ട്. അത് മാന്യന്മാരെ ലക്ഷണമാണ്. സ്നേഹിക്കുന്നവർ പറഞ്ഞാൽ ചെയ്തു കൊടുക്കുക എന്നുള്ളത്. ആ നിലക്ക് അമ്പിയാക്കൾ ഔലിയാക്കൾ ചോദിച്ചാൽ അള്ളാഹു കൊടുക്കലുണ്ട്. അവർക്കതിൽ കൂറൊന്നുമില്ല. ഇങ്ങനെയാണ് സുന്നികളുടെ ശഫാഅത്ത്, സുന്നികൾ വിശ്വസിക്കുന്ന ശഫാഅത്ത്. അത് രണ്ടും രണ്ടാണ്. ഒരു കച്ചവടത്തിൽ കൂറുള്ളവൻ മറ്റവനോട്, മാനേജിംഗ് പാർട്ണറിനോട് പറയുന്നത് പോലെയല്ല അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ സ്നേഹത്തോടുകൂടെ പറയുന്ന വാക്ക് രണ്ടും രണ്ടാണ്. അതാർക്കാണ് തിരിയാത്തത്? അപ്പോൾ അള്ളാഹുവിന് കൂറുകാരുണ്ടെന്ന് വിശ്വസിച്ച മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്ത ആയത്തുകൾ എടുത്തുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ നിഷേധിക്കുന്നവർ, ഔലിയാക്കൾ, അമ്പിയാക്കൾ, മലക്കുകളുടെ ശഫാഅത്തിനെ നിഷേധിക്കുന്നവർ ഖുർആനിനോട് ചെയ്യുന്ന കടുത്ത വഞ്ചന, സഹോദരന്മാരെ, എത്ര വലിയ വഞ്ചനയാണത്. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് പറയുന്നു, ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, നബിയെ, മുഅ്മിനീങ്ങളെ ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങൾ ശഫാഅത്ത് ചെയ്യണം എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി പറയുന്നു, തീതു ശഫാഅ, എനിക്ക് ശഫാഅത്തിനുള്ള അധികാരം നൽകപ്പെട്ട് കഴിഞ്ഞുപോയി. മുതഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോ മുജാഹിദീങ്ങൾ പറയും അത് ശരിയല്ല, ശഫാഅത്തിന് അധികാരമൊന്നും നബിക്ക് കിട്ടിയിട്ടില്ല. ഖിയാമത്ത് നാളില് ശഫാഅത്തിന് സമ്മതം ചോദിച്ചിട്ട് സമ്മതം കിട്ടിയാലാ നബി ശഫാഅത്ത് ചെയ്യുക. അപ്പൊ ശഫാഅത്തിന് സമ്മതം കിട്ടിയില്ല എന്നല്ലേ മനസ്സിലാകുന്നത് എന്ന് വേണേ പറയും. പിഴച്ചു പോകണ്ട. അള്ളാഹുവിന്റെ റസൂല് വ്യക്തമായി പറഞ്ഞതാണ്, ശഫാഅത്തിന്റെ അധികാരം എനിക്ക് കിട്ടിക്കഴിഞ്ഞു, അത് വിശ്വസിച്ചോളണം. അള്ളാഹ് പറഞ്ഞതാണ് നബിയെ ശഫാഅത്ത് ചെയ്യണം ഇപ്പൊ തന്നെ, ഖിയാമത്ത് നാളിൽ മാത്രമല്ല, അത് വിശ്വസിച്ചോളണം. ഖുർആനും ഹദീസുമാണ്. പിന്നെന്തേ ഖിയാമത്ത് നാളിൽ സമ്മതം ചോദിക്കാന്ന് പറഞ്ഞാലോ? യഥാർത്ഥത്തിൽ അവിടെ ഒരു സമ്മതം ചോദിക്കലില്ല. അവിടെ ഉള്ളത് അദബ് കാണിക്കലാണ്. അതേതുപോലെ ബാപ്പയും ഉമ്മയൊക്കെ കൂടിയിട്ട് ഒരു കുട്ടിക്ക് ഒരു പെണ്ണിനെ പറ്റുന്ന ഒരു പെണ്ണിനെ കണ്ടു.
മകനോട് പറഞ്ഞ് നീ ചെന്നോക്കണം, എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ കല്യാണം കഴിക്കണം. ഞാൻ ചുരുക്കി പറയാണ്, മകൻ ആദ്യം കുറെ വൈമനസ്യം പറഞ്ഞു, വാപ്പ എന്നെ കൊണ്ടാവൂല, ഇപ്പൊ പൈസയും പണമൊന്നും ഇല്ലാത്തത്, എനിക്ക് ഉണ്ടിട്ടാനാവൂല. ബാപ്പ നിർബന്ധിച്ചു പറഞ്ഞു ചെന്നോക്കണം എന്ന് പറഞ്ഞു, പൈസയും പണമൊക്കെ ഞാൻ ആയിക്കോളൂ, നീ നോക്കണ്ട. ഈ മകൻ പോയി ചെന്നോക്കി, ഇഷ്ടപ്പെട്ട് കുട്ടീനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച് ബാപ്പ കത്തടിച്ച് പന്തലൊക്കെ ഉണ്ടാക്കി, ഭയങ്കര കോളുണ്ടാക്കി, ബിരിയാണി വെച്ച് ആളുകളൊക്കെ ക്ഷണിച്ച് നിക്കാഹ് നടക്കാൻ പോവാണ്. നിക്കാഹ് നടക്കാൻ വേണ്ടി പോകുമ്പോ നിക്കാഹ് ചെയ്യുന്ന ചെറുപ്പക്കാരനോട് ഒരു കാരണവർ വന്നിട്ട് പറയാം, മോനെ വാ, ബാപ്പാനോട് സമ്മതം ചോദിക്ക, ഉമ്മാനോട് സമ്മതം ചോദിക്ക. അപ്പൊ ഈ ചെറിയ കുട്ടി ഈ ചെറുപ്പക്കാരൻ പറയാ, ബാപ്പാനോട് ഉമ്മാനോട് സമ്മതം ചോദിക്കേ, പണ്ട് തന്നെ അവര് പറഞ്ഞിട്ടില്ലേ ഞാൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവൻ വിഡ്ഢിയല്ലേ. ബാപ്പനോടും ഉമ്മനോടും അവരെന്നെ സംഘടിപ്പിച്ചത്. എന്നാലും നിക്കാഹിന് ഇരിക്കാൻ നോക്കുമ്പോ ഒരു സമ്മതം വാങ്ങുക എന്നത് ഒരു അദബാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ അളമത്ത് ജലാലത്തിന്റെ മുമ്പില് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് റസൂലുള്ളാഹിക്ക് നേരത്തെ ശഫാഅത്തിന്റെ സമ്മതം കിട്ടാത്തത് കൊണ്ടല്ല, അത് അദബ് കാണിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ, ഇന്ന് 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യനെ ഒരു ചാണ് മാത്രം മേലെ ഉദിപ്പിച്ചിട്ട് ജനങ്ങൾ വിയർത്ത് മുങ്ങുമ്പോൾ ആ മുഅ്മിനീങ്ങളായ ആളുകൾ പറയുന്നു, അലാ തദ്ഹബൂന ഇലാ മൻ യശ്ഫഉ ഇലാ റബ്ബിക്കും, അല്ലാഹുവിനോട് ശുപാർശ പറയുന്ന മഹാന്മാരെ പോയി കണ്ട് സങ്കടം പറയുകയല്ലേ എന്ന് പറഞ്ഞ് ആദം നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വരുമ്പോ ആദം നബിയുടെ മറുപടി ഞാൻ ശഫാഅത്ത് ചെയ്യില്ല എന്നല്ല. ആദം നബി പറയുന്നത് എനിക്ക് ശഫാഅത്തിന് അധികാരമില്ല എന്നല്ല. ആദം നബി പറയുന്നത് എന്നെക്കാൾ വലിയവരപ്പുറത്തുണ്ട്, ഞാൻ ചെറിയ ആളാണ്, അതുകൊണ്ട് വലിയ ആളടുത്തേക്ക് പോയിക്കോ, നൂഹ് നബിന്റെ അടുത്ത് പോയിക്കോ, ശഫാഅത്ത് ഞങ്ങൾക്ക് ആർക്കും ഇല്ലെന്നല്ല പറയുന്നത്, എന്നെക്കാൾ വലിയവരോട് പോയി പറഞ്ഞോ. നൂഹ് നബി പറയുന്നു എന്നെക്കാൾ വലിയ ആളാണ് ഇബ്രാഹിം നബി, അവിടെ പോയി പറഞ്ഞോ. അങ്ങനെ ഓരോരുത്തരും അവര് വിനയം പ്രകടിപ്പിച്ച് വലിയവരിലേക്ക് അയച്ച് അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ മുഅ്മിനീങ്ങൾ വന്ന് പറയുന്നു, നബിയേ അന്ത ഖാതിമുൻ നബിയ്യീൻ വറസൂലു റബ്ബിൽ ആലമീൻ ഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. അതാ നബിയേ, കഴിഞ്ഞ കാലത്തും വരുന്ന കാലത്തും ദോഷം വരാതിരിക്കാൻ വേണ്ടി ദോഷത്തിന്റെയും അങ്ങയുടെയും ഇടയ്ക്ക് അല്ലാഹ് പ്രത്യേകം മറവെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നബിയേ, തങ്ങള് അവസാനത്തെ നബിയാണല്ലോ, തങ്ങള് ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ, ഇസ്ഫഅ ലനാ, ഞങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യണം നബിയേ എന്ന് പറയുമ്പോ റസൂലുള്ളാഹിന്റെ മറുപടി എന്താണ്? മൗലവിമാര് പറയും പോലെ ശഫാഅത്തിന് എനിക്ക് അധികാരമില്ല എന്നാണോ റസൂലുള്ളാഹി പറയുന്നത്? വല്ലാഹി അല്ല. റസൂലുള്ളാഹിന്റെ മറുപടി അനലഹാ, ശഫാഅത്തിന്റെ അധികാരം എനിക്ക് തന്നെയാണ്. ഓ മോമിനീങ്ങളെ, ശഫാഅത്തിന്റെ അധികാരം പലർക്കുമുണ്ടെങ്കിലും ശഫാഅത്തിന്റെ തുടങ്ങാനുള്ള അധികാരം എനിക്ക് തന്നെയാണ്. അത് തുടങ്ങാൻ അധികാരമുള്ളവൻ ഞാനാണ്. അന അവ്വലു ശാഫിയൽ, ശഫാഅത്ത് ചെയ്യുന്ന പലരുമുണ്ട്, അതിൽ ഒന്നാമത്തെ ആള് ഞാനാണ്. അവ്വലു മുസഫൈൻ, ഒന്നാമത് ശുപാർശ സ്വീകരിക്കപ്പെടുന്ന ആള് ഞാനാണ്. ഞാൻ ശുപാർശ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരും ശുപാർശ പറയും, ആദ്യം പറയുന്ന ആള് ഞാനാണ്. അതുകൊണ്ട് എനിക്കതിന്റെ അധികാരമുണ്ട് ജനങ്ങളെ എന്നും പറഞ്ഞിട്ട് ശഫാഅത്തിന് റസൂലുള്ളാഹി ഇറങ്ങുകയാണ്. അപ്പോൾ അദബിന് വേണ്ടി അർശിന്റെ ചൂടെ ഒരു സുജൂദ് ചെയ്യുന്നു. അല്ലാഹു തആല വിളിക്കുന്നു, ഇർഫഇ റസക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ തല ഉയർത്തിക്കോ. സൽതുത, തങ്ങൾ ചോദിച്ചോ തരാമല്ലോ. ഇസ്ഫഅ തുശഫ, ശുപാർശ പറഞ്ഞോ സ്വീകരിക്കാമല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശഫാഅത്തിന്റെ അധികാരം ഇവിടെ തന്നെ കിട്ടിയതാണ്. ആ ശഫാഅത്തിന്റെ അധികാരം കിട്ടിയത് കൊണ്ട് തന്നെ റസൂലുള്ളാഹിയോട് ശഫാഅത്തിന് ആവശ്യപ്പെടുക എന്നത് റസൂലുള്ളാഹിന്റെ മഹത്വം അംഗീകരിക്കുന്നവരുടെ ലക്ഷണമാണ്.
അതേ സമയത്ത് ഇദാ ഖീല ലഹും തആലൂ യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വൗ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. നബിയോട് നമുക്ക് ശഫാഅത്തിന് വേണ്ടി ആവശ്യപ്പെടാം, നബിയോട് റെക്കമെൻഡിന് വേണ്ടി പറയാം, വരൂ നബിയോട് ശഫാഅത്തിന് പറയാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ശഫാഅത്തിന് നബിയോട് പറയാൻ ഞങ്ങളില്ല. നബിയോട് ശഫാഅത്തിന് പറഞ്ഞാൽ അത് ആരാധനയാണ്, അത് ശിർക്കാണെന്ന് വാദിക്കുന്നവർ, അതിന് കൂട്ടാക്കാത്തവർ, അല്ലാഹ് പറയുന്നു ജനങ്ങളെ അവര് മുനാഫിഖീങ്ങളാണ്, അവര് ഉള്ളിൽ വിശ്വാസമുള്ളവരല്ല. സവാഉൻ അലൈഹിം അസ്തഗ്ഫർത ലഹും അം ലം തസ്തഗ്ഫിർ ലഹും ലൻ യഗ്ഫിറല്ലാഹു ലഹും. അവരെ ദോഷമല്ല പൊറുക്കൂല നബിയേ. തങ്ങളോട് ശഫാഅത്തിന് ചോദിക്കാൻ മടിയുള്ള കക്ഷികളുടെ ദോഷം അല്ലാഹ് പൊറുക്കൂല നബിയേ. ഖുർആൻ വ്യക്തമായി പറഞ്ഞൊരാശയമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അല്ലാഹു തആല ദോഷം പൊറുക്കുന്നവരിൽ നമ്മെ എല്ലാം അല്ലാഹു ഉൾപ്പെടുത്തട്ടെ, ദോഷം പൊറുക്കപ്പെടാത്തവരിൽ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. റസൂലുള്ളാഹിന്റെ ശഫാഅത്തിന് ആശിക്കുന്ന, ആഖിറത്തിൽ വെച്ച് ദോഷം പൊറുക്കപ്പെട്ട നിലക്ക് റബ്ബിന്റെ അടുക്കൽ സലാമത്ത് വേണമെന്ന് ആശിക്കുന്ന മുസ്ലിങ്ങളെ, റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ ചോദ്യം ചെയ്യുന്ന പുത്തൻവാദികളെ കൂട്ടത്തിൽ നിങ്ങളാരും കുടുങ്ങിപ്പോകണ്ട. ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ഒരു ചെറിയ സംഭവം ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ചെറുപ്പക്കാരെ, നിങ്ങൾ എഴുന്നേറ്റ് നിന്നോ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി അമൻ യകുൻ ബിറസൂലില്ലാഹി നുസ്റത്തുഹു ഇതൽഖാഹുൽ ലുസ്ദു ഫീ അജമിഹാത്ത് ജീമീം. ചൊല്ലിക്കോ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. സുന്നികളോടാണ് ഇനി എനിക്ക് പറയാനുള്ളത്. നാം 5 വഖ്ത് നിസ്കരിച്ച് റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ അമ്പിയാക്കൾ സാധാരണക്കാരാണെന്ന വാദം ഉന്നയിക്കുന്ന പുത്തൻവാദികൾ, റസൂലുള്ളാഹിന്റെ ശഫാഅത്തിനെ ചോദ്യം ചെയ്യുന്ന പുത്തൻവാദികൾ, നിസ്കാരവും നോമ്പുമൊക്കെ ബാത്തിലാക്കുന്ന പുത്തൻവാദികൾ ഇവിടെ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാം അവരെ സ്നേഹിക്കുന്നവരായിക്കൂടാ, നാം അവരെ പിന്തുണക്കുന്നവരായിക്കൂടാ. ഖൽബ് കൊണ്ട് അവരെ വെറുക്കാതെ നമ്മുടെ ഈമാനിന് സലാമത്തില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിൻ വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളോട് മനസ്സിൽ വെറുപ്പ് പോലും ഒരു മനുഷ്യരില്ലെങ്കിൽ അവന്റെ ഖൽബിൽ കടുമണി തൂക്കം ഈമാനില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്. അത് മനസ്സിൽ ഓർമ്മയിൽ ഉണ്ടാകണമെന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ സാലിഹീകൾ ആരിഫീകളൊക്കെ ആ നിലയ്ക്ക് വെറുത്തവരാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൽ ഗസാലി ഹിജ്റ 504 വഫാത്തായെങ്കിൽ, അല്ലെങ്കിൽ ഹിജ്റ 505 വഫാത്തായെങ്കിൽ, ആ ഇമാം ഗസാലി തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞ് 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷം മഹാനായ അബുൽ ഫത്തീഹ് സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കഅബ ശരീഫിന്റെ സമീപത്ത് വളുവോടുകൂടെ കയറി ചെന്ന് വളരെ ക്ഷീണത്തോടെ ഞാൻ ചെന്നിട്ടൊരു മൂലയിൽ ഒരു സ്ഥലത്ത് ഇരുന്നു. എന്താണ് ഇരിക്കുന്നത്? വല്ലാത്ത ക്ഷീണമുണ്ട്, തല കറങ്ങുന്നുണ്ട്, കിടന്നാൽ എനിക്ക് ഉറക്കം വന്നു ഒലുമുറിഞ്ഞു പോകുമെന്ന പേടിയുണ്ട്. ഞാൻ അവിടെ ഇരിക്കുമ്പോൾ സുന്നിയല്ലാത്തൊരു മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു. അവരൊരു പുതിയ നിസ്കാരം നിസ്കരിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചു. പുതിയ നിസ്കാരം നിങ്ങൾ കാണുന്നില്ല, ചിലർ അല്ലാഹു അക്ബർ തന്റെ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ച പോലെ ഈ ഡേഞ്ചർ, അപകടം, അപായം
തുടരരുത് എന്ന് അറിയിക്കുന്ന നിലക്ക് നെഞ്ഞത്ത്. വേറെ ചിലര് അത്തഹിയാത്തില് കാറിന്റെ മുമ്പിൽ നിന്ന് ഫൈപ്പർ കളിക്കുമ്പോൾ അങ്ങനെ ആട്ടല്. സുബ്ഹാനല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ കൈയിന്റെ വിരല് അനക്കൽ സുന്നത്തുണ്ട്. ഹദീസില് കൈയിന്റെ വിരലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിൽ അനക്കീന്ന് ഹദീസിലുണ്ട്, അനക്കിയിട്ടില്ല എന്ന് വേറൊരു ഹദീസിലുണ്ട്. നവവി ഇമാം റഹിമഹുല്ലാഹ് 2 ഹദീസും വെച്ചിട്ട് പറഞ്ഞു അനക്കി എന്ന് പറഞ്ഞതിന് അർത്ഥം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും അനക്കിയിട്ടില്ല പറഞ്ഞു, പിന്നെ അനക്കിയിട്ടില്ല എന്നാ. അനക്കി എന്ന് പറഞ്ഞ ഹദീസ് കണ്ടു, അനക്കിയില്ല പറഞ്ഞ കണ്ടില്ല. അപ്പൊ എന്ത് ചെയ്തു? അനക്കലെന്നെ, തീരോളം അനക്കലെന്നെ. ഇതെന്തിനാണിത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോ ഈ അനക്കിയത് എന്തിനാ? അല്ലാഹ് ഒരുത്തനാന്ന് അറിയിക്കാനാ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് ഏകനാണ് എന്ന് അറിയിക്കാൻ. ഇനി പിന്നെ നീ ഇളക്കിയാലോ ഏകനാന്ന് ഉറച്ചിട്ടില്ല എന്നല്ലേ വരിക? അല്ലാഹ് ഒരുത്തനാന്ന് ഉറച്ചില്ല എന്നല്ലേ പിന്നെ വരിക? എന്ത് പോയത്തക്കാരൻ. അപ്പോ അങ്ങനത്തെ പുതിയ നിസ്കാരം ഉണ്ടല്ലോ, അങ്ങനത്തെ നിസ്കാരം കണ്ട് എനിക്ക് വെറുപ്പിടിച്ച്, ഭയങ്കര വെറുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടെങ്കിൽ തങ്ങളെ മുമ്പിൽ ഈ പഹയനെ പിടിച്ച് ഹാജരാക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാനിങ്ങനെ കിടക്കുമ്പോ ഉറങ്ങിപ്പോയി, ഇരുന്ന ഇരുത്തത്തിൽ ഉറങ്ങിപ്പോയി. ഞാൻ കാണുന്നു ഒരു സ്വപ്നം, കുറേ ആളുകള്, എല്ലാരും പണ്ഡിതന്മാരാണ്, എല്ലാരുടെ കയ്യിലുണ്ട് ഒരു കിതാബ്, മധ്യത്തിലുണ്ട് ഒരാള്. ചെന്നു നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. റസൂലുള്ളാഹി ഇരിക്കുന്നു, പണ്ഡിതന്മാരൊക്കെ ഓരോ കിതാബും കൈ പിടിച്ച് വന്നിരിക്കുന്നു. ഞാൻ നോക്കുമ്പോ ആരാണ്? 4 മദ്ഹബിലുള്ള ഇമാമിങ്ങളാണ്. എന്തിനു വന്നതാ? റസൂലുള്ളാഹിക്ക് അവരവരെ എഴുതിയ കിതാബ് വായിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയതാണ്. ഫസ്സഅ്നു ലിൽ അർവാഹി അക്മലു ഹാലത്തിൻ മിൻഹാ ബിഹാദദ്ദാരി ഫീ ജുസ്മാനി. മുജാഹിദിന്റെ നേതാവായി അറിയപ്പെടുന്ന, അവർ വിശേഷിപ്പിക്കുന്ന ഇബ്നുൽ ഖയ്യിം തന്നെ അദ്ദേഹത്തിന്റെ കാഫിയിൽ പാടിയതാണ്. ആത്മാക്കൾക്ക് എത്രയോ പവർ കൂടുകയാണ് വഫാത്തിന്റെ ശേഷം, റൂഹിന്റെ കഴിവ് കൂടുകയാണ്. ഫറൂഹു അക്മലു ഫസൈനു ലിൽ അർവാഹി അക്മലു ഹാലത്തിൻ മിൻഹാ ബിഹാദിൻ ദാരി ഫീ ജുസ്മാനി. എല്ലാ ആലിമീങ്ങളും വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉണ്ട്. സൽസബി നമ്മുടെ ശബാബ് വാരികയിൽ തന്നെ മുജാഹിദ് എഴുതിയല്ലോ, ബൈത്തുൽ മുഖദ്ദസിൽ അമ്പിയാക്കൾ റസൂലുള്ളാഹിനെ വന്ന് തുറന്ന് നിസ്കരിച്ചു എന്ന് ഖബർ നിന്നിട്ട് വന്നിട്ട് ശബാബ് വാരികയിൽ എഴുതിയില്ലേ 995. അങ്ങനെ അമ്പിയാക്കൾ ചിലപ്പോ ഖബർ നിന്നിട്ട് വരും. അങ്ങനെ എന്ത് ചെയ്തു? എല്ലാരും വന്നിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോ ഒരു വലിയ പണ്ഡിതൻ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ഇരുന്ന് കിതാബ് വായിച്ച് റസൂലുള്ളാഹി തീർത്തും കേട്ട് സപ്പോർട്ട് നൽകി. നോക്കുമ്പോ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. പിന്നൊരാൾ വന്നിരുന്ന് നോക്കുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ്. അങ്ങനെ ഏകദേശ പണ്ഡിതന്മാരും കിതാബ് വായിച്ച് തീരാറായി. അപ്പണ്ടൊരു ചങ്ങാതി അങ്ങനെ വരുന്നു. ഞാൻ നോക്കി ആരാണ്? നോക്കുമ്പോ റാഫിലിയാക്കളിൽപ്പെട്ട ഒരാളാ. റാഫിലിയാക്കളുടെ സഹാബത്തിനെയും 4 വഹബിനെയും കുറ്റം പറയുന്ന പുത്തൻ കമ്പനിയാണ്. മാസം കണ്ടാൽ എടുക്കരുത്, കാണാണ്ട് ഉറപ്പിക്കുകയും വേണം എന്ന് പറയുന്ന, കണക്ക് കൂട്ടിയിട്ട് മാസം ഉറപ്പിക്കണം എന്ന് പറയുന്ന ആളാണ് റാഫിലിയാക്കളിൽപ്പെട്ട ആള്. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ ഹമീദ് സിർവാനി റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫന്റെ ശറഹിൽ വഹാബികളെയും റാഫിലിയാക്കളെയും ഒരേ കണ്ണിയിലാണ് എണ്ണിയിട്ടുള്ളത്. ഇരിക്കട്ടെ, ആ റാഫിലിയാക്കൽപ്പെട്ടവൻ കയറി ഇരുന്ന് നോക്കും. ഇവന്റെ കൈ കിതാബില്ല, ഇവന്റെ കൈ കുറച്ച് കടലാസ് ഉണ്ട്, ബൈൻഡ് ചെയ്തിട്ടില്ല, കാരണം ഇത് കൊല്ലത്തിൽ മാറ്റേണ്ടി വരും, അതുകൊണ്ട് ബൈൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് കടലാസും കൈ പിടിച്ചിങ്ങനെ വരികയാണ് ഇവരിങ്ങനെ വരുന്നുണ്ടപ്പോ ഞാൻ നോക്കി, ആലിമീങ്ങളെ സദസ്സിൽ ഇവനെ കയറ്റുവോ, റസൂലുള്ളാഹിന്റെ അടുത്ത് ഇവനെ കയറ്റുവോ അല്ലെങ്കിൽ ആട്ടി പുറത്താക്കുവോ, എന്താ ഉണ്ടാകുക കാണാന്ന് മനസ്സിലാക്കി ഞാനിങ്ങനെ നിന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെപ്പോഴത്തെ സംഭവം? ഹിജ്റ 545 കാന്തപുരസ്താവൊക്കെ ജനിക്കുന്നതിന്റെ 100 കൊല്ലം മുമ്പ് കണ്ട ഒരു സംഭവം. ഒരു 700ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇമാം ഹാഫിദ് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ തബീനു കദ്ബിൽ മുഫ്തരി ഫീമാ നുസ്ബൈൽ അൽ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി എന്ന കിതാബിൽ എഴുതി വെച്ച സംഭവമാണ് ഞാൻ പറയുന്നത്. ഫത്ഹി സാമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നോക്കി ഈ ആലിമീങ്ങളെ സദസ്സിൽ സുന്നിയല്ലാത്തവരെ കേറ്റുമില്ലേ എന്ന് നോക്കണം. അവരങ്ങനെ വരികയാണ് ജോറായിട്ട്. സുബ്ഹാനല്ലാഹ്. അടുത്തിങ്ങെത്തിയപ്പോ റസൂലുള്ളാഹിന്റെ സദസ്സിൽ നിന്ന് ഒരു പണ്ഡിതൻ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റ് നേരെ ചെന്നിട്ട് ഇവന്റെ കടലാസ് പിടിച്ചിങ് വാങ്ങിയിട്ട് വലിച്ചൊരേറ് കൊടുത്തിട്ട് പറഞ്ഞു, പോടാ പോടാ, ഇങ്ങോട്ട് പ്രവേശനമില്ല,
അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിന് സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ നീ ഇവിടെ കാരാന്നാ മനസ്സിലാക്കിയത്? പോടാ! വലിച്ചൊരേറ് കൊടുത്തിട്ട് ആട്ടിയൊക്കെ ഓടിച്ചപ്പോൾ ഇവൻ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ഞാനിങ്ങനെ നോക്കി. ബാക്കിയുള്ള എല്ലാ ഇമാമികളും അവരെ കിതാബെല്ലാം വായിച്ചു കഴിഞ്ഞു. എന്റെ കയ്യിലുണ്ട് ഒരു കിതാബ്. ഞാൻ വല്ല റസൂലുള്ളാഹിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നബിയേ, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളുള്ള ഒരു കിതാബാണിത്, ഞാനൊന്ന് വായിക്കട്ടെ നബിയേ. റസൂലുള്ളാഹിന്റെ ചോദ്യം, ഏത് കിതാബാണ്? നബിയേ, ഹാദാ കിതാബു ഖവായിദുൽ അഖായിദ് അല്ലദീ സന്നഫഹുൽ ഇമാമുൽ ഗസ്സാലി. ഒരു 40 കൊല്ലം മുമ്പ് വഫാത്തായി പോയ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് എഴുതിയ ഖവായിദുൽ അഖായിദ് എന്ന കിതാബാണ് നബിയേ. റസൂലുള്ളാഹി പറഞ്ഞു, വായിച്ചോ? ഗസ്സാലി ഇമാമിന്റെ കിതാബല്ല, വായിച്ചോ. ഞാൻ ഖവായിദുൽ അഖായിദ് വായിക്കാൻ തുടങ്ങി. ഷഹാദത്ത് കലിമയുടെ വിശദീകരണമാണ്. അങ്ങനെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ വിശദീകരണത്തിൽ അല്ലാഹനെ പറ്റിയുള്ള എല്ലാ അഖീദന്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ വായിച്ചു. രണ്ടാമത് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിന്റെ വിശദീകരണത്തിൽ അമ്പിയാക്കളെ പറ്റിയുള്ള വിവരണമാണ്. അതിൽ തുടങ്ങുന്നു വഖദ് ബഅസല്ലാഹു നബിയ്യൽ ഉമ്മിയ്യൽ ഖുറശിയ്യ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ കാഫത്തിൽ ഇൻസി വൽ ജിന്നി എന്ന് തുടങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സർവ്വ ജിന്നുകളിലേക്കും സർവ്വ മനുഷ്യരിലേക്കും സർവ്വ സൃഷ്ടികളിലേക്കും അയച്ചു എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ ബഹുമതിയാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് എഴുതിയത്. അത് ഞാൻ ഇങ്ങനെ ഖവായിദുൽ അഖായിദ് നോക്കി വായിക്കുമ്പോ ഞാൻ മെല്ലെ റസൂലുള്ളാഹിന്റെ മുഖത്തൊന്ന് നോക്കി. റസൂലുള്ളാഹിന്റെ ബഹുമാനം പാടുന്നതും പറയുന്നതുമൊക്കെ റസൂലുള്ളാഹിക്ക് ജീവിതകാലത്ത് വലിയ സന്തോഷമല്ലേ? വഫാത്തിന്റെ ശേഷവും അവിടുത്തെ സ്ഥിതി എങ്ങനെ? ഞാൻ മെല്ലെ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖത്ത് അതാ പ്രകാശമങ്ങനെ പ്രസന്നമായി അവിടുത്തെ മുഖത്ത് നിന്ന് പ്രകാശം ചൊരിയുന്നു. ഞാൻ വായിച്ചിട്ട് റസൂലുള്ളാഹിന്റെ വലിയ മദ്ഹുള്ള സ്ഥലത്തൊക്കെ എത്തിയപ്പോൾ റസൂലുള്ളാഹി ഒരൊറ്റ ചോദ്യം, ഐനൽ ഗസ്സാലി, ഐനൽ ഗസ്സാലി, ഇമാം ഗസ്സാലി എവിടെ? ഇമാം ഗസ്സാലി എവിടെ? റസൂലുള്ളാഹിനെ പറ്റി എഴുതിയ ഇമാം ഗസ്സാലി തങ്ങൾ എവിടെ എന്ന് ചോദിക്കുമ്പോഴേക്ക് ആലിമീകളെ ഹൽഖയിൽ നിന്ന് ഇമാം ഗസ്സാലി എഴുന്നേറ്റ് പോയി. ഹാ അനദാ യാ റസൂലല്ലാഹ്, ഹാ അനദാ യാ റസൂലല്ലാഹ്, ഹാ അനദാ യാ റസൂലല്ലാഹ്. നബിയേ, പാവപ്പെട്ട ഗസ്സാലിയെ തങ്ങൾ അന്വേഷിച്ചോ? ആലിമീങ്ങളെ ഹൽഖയിൽ തങ്ങളെ ഹദറത്തിൽ ഇമാം ഗസ്സാലിയാകുന്ന ഞാനും വന്നിട്ടുണ്ട് നബിയേ, ഞാനും തങ്ങളെ ഹൽഖയിലുണ്ട് നബിയേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. സ്വലാത്തും സലാമും ചൊല്ലി ഇമാം ഗസ്സാലി തങ്ങൾ കാല് മുന്നോട്ട് വെച്ചുപോയി. നബി തങ്ങളെ സമീപത്തേക്ക് ചെന്ന് അവിടുത്തെ കൈയങ്ങ് നീട്ടുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട മുതബറക്കായ കൈ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ്ക്ക് നീട്ടിക്കൊടുത്തുപോയി. ഇമാം ഗസ്സാലി തങ്ങൾ തുരുതുരാ ചുംബനം തന്നെ. റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചവിടുത്തെ ചുംബനം തന്നെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങൾ മുതഅല്ലിമീകൾ സംഘടിപ്പിച്ച പരിപാടിയിൽ ഈ നാട്ടിൽ വന്നവരാണ്. ഞങ്ങൾ നിന്റെ ഹബീബായ നബിയെ പ്രിയം വെക്കുന്നവരാണ്. നിന്റെ ഔലിയാക്കളെ മദ്ഹ് പറഞ്ഞവരാണ്. ഔലിയാക്കളെ ബർക്കത്ത് ഉദ്ദേശിച്ചവരാണ്. ഞങ്ങൾ എത്ര മോശക്കാരാണെങ്കിലും റഹ്മത്തുൽ ലിൽ ആലമീനായ നിന്റെ ഹബീബായ നബിയുടെ കൈയൊത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് നീ സ്വർഗ
സൂറത്തിന് അവസരം തരളും റഹ്മാനേ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കൈ നീട്ടുമ്പോ റസൂലുള്ള കൈ കോട്ടും നീട്ടിക്കൊടുത്തു പോയി. തുരുതുരാ ചുംബനം തന്നെ. എന്റെ ഉറക്ക് ഞെട്ടിത്തെളിഞ്ഞുപോയി. അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഉറക്ക് തെളിഞ്ഞു പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. കാരണം ഞാൻ സുന്നിയല്ലാത്ത ഒരു മനുഷ്യനെ പള്ളിയിൽ കഅബത്തിനടുക്ക കണ്ടപ്പോ അവനോട് മനസ്സുകൊണ്ട് എന്റെ വെറുപ്പ് കൊണ്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ച എനിക്ക് അല്ലാഹ് കാണിച്ചു തന്നതല്ലേ. റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ നിൽക്കുന്നു. സദസ്സിലേക്ക് സുന്നിയല്ലാത്തവൻ കയറി വരുമ്പോ ആട്ടി ഓടിക്കുന്നു, കയറാൻ വിട്ടില്ല. ഇമാം ഗസാലി തങ്ങൾക്കുള്ള കറാമത്ത് എത്ര, ആലിമീകളെ ബഹുമതി എത്ര, അത് മുഴുവൻ എനിക്ക് കാണിച്ചു തന്നത് ശവ്വാല് 14 ദിവസമായിരുന്നു. അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ളുഹറിന്റെയും അസറിന്റെയും ഇടയ്ക്കുള്ള സമയമായിരുന്നു. ഹിജ്റ 545 ബഹുമാനപ്പെട്ട അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ സംഭവം ബഹുമാനപ്പെട്ട ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠം പഠിച്ച ലോകപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ ഹാഫിദ് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു തബീനു കദിബിൽ മുഫ്തരി എന്ന കിതാബിൽ എഴുതി വെക്കുന്നു. സഹോദരന്മാരെ, ചിലർക്കൊരു ധാരണയുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകളെ ആലിമീങ്ങളെ സ്റ്റേജിൽ കേട്ടരുത്, അവരുമായി നിങ്ങൾ അടുത്ത് ബന്ധപ്പെടരുത്, അവരെ അകറ്റി നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോ കാന്തപുരം തുടങ്ങിയ ഒരു ഏർപ്പാടാണെന്ന് ചിലർക്കൊരു ധാരണയുണ്ട്. ആ ധാരണ വേണ്ട. ലോകത്തുള്ള ഔലിയാക്കൾ, ആരിഫീകൾ, ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ മുഴുവനും അത് വ്യക്തമായി വിശദീകരിച്ച സംഭവമാണെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാനും റബ്ബിന് തഖ്വ ചെയ്തവന്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി ഭരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നിങ്ങളെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് അവൻ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മുതഅല്ലിമീങ്ങൾ സംഘടിപ്പിച്ച ഈ പരിപാടിയും അതുപോലുള്ള മറ്റ് അവരുടെ ദീനിയായ ഖിദ്മത്തുകളുമായി ബന്ധപ്പെട്ട് നിങ്ങളാൽ കഴിയുന്ന സദഖകൾ നിങ്ങളെല്ലാം തരണമെന്നറിയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളുടെ പാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ നാട്ടിൽ ഒരുമിച്ച് കൂടിയ സാധുക്കളായ നമ്മുടെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കണം റഹ്മാനേ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളിരിക്കണം റഹ്മാനേ. എല്ലാവരും ചൊല്ലണം. ജദിദു ഈമാനക്കും മുനവ്വിറു ഖുലൂബക്കും ബിഖൗലി അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله 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 محمد رسول الله صلى الله عليه وسلم عليها نحيا وعليها نموت وعليها نبعث إن شاء الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا الرحمن മിസ്കീന്മാരായ ഞങ്ങൾ ചുറ്റിയ സ്വലാത്ത് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മഹനീയ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിലേറ്റിത്തരണം റഹ്മാനെ. അവിടുന്ന് വെറും ഒരു സാധാരണക്കാരനാണെന്ന് പറയുന്ന സർവ്വപുത്തൻവാദികളോടും ഞങ്ങളെ മനസ്സിന് നീ അകൽച്ചയേറ്റിത്തരണം റഹ്മാനെ. അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ ഖാദിമീങ്ങളായി ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. അവിടുത്തെ സഹായം ദുനിയാവിലും ആഖിറത്തിലും തരണം റഹ്മാനെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ ഞങ്ങൾക്ക് മാപ്പാക്കണേ റഹ്മാനെ. നിന്റെ ദീനിന്റെ കാര്യം പറയുമ്പോൾ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾക്ക് സത്യമാണെന്ന് ബോധ്യപ്പെട്ടതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ മാത്രമേ ഞങ്ങൾ എതിർത്തിട്ടുള്ളൂ. അത് നിനക്കറിയാം. പക്ഷേ ഞങ്ങൾ മനുഷ്യന്മാരാണ്. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളെ വ്യക്തി ജീവിതത്തിൽ നീ പൊരുത്തപ്പെടാത്ത വല്ലതും വന്നുപോയെങ്കിൽ അത് മാപ്പാക്കണേ റഹ്മാനെ, മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെ നിന്റെ കോടതിയിൽ വഷളാക്കരുതേ റഹ്മാനെ. ആഖിറത്തിൽ സലാമത്താക്കണേ റഹ്മാനെ. ഞങ്ങളെ ഉമ്മബാപ്പമാര്, കുടുംബക്കാര്, ബന്ധപ്പെട്ടവര്, സ്നേഹിതന്മാർ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, മുഴുവൻ മുഅ്മിനീങ്ങൾക്കും നീ മാപ്പ് നൽകണേ റഹ്മാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, ഖൈറായ മുഴുവൻ മുറാദുകളും ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർക്കും നീ വീട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് ഒരുപാട് ഉദ്ദേശം വെച്ച് നേർച്ച തന്നവര്, സ്വതക്ക തന്നവരുണ്ട്. അവരുടെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ ബറക്കത്തിനേറ്റി തരണേ റഹ്മാനെ. എല്ലാ മുസീബത്തുകളും നീ തട്ടിക്കളയണേ റഹ്മാനെ. ഞങ്ങളെ സഫറുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണേ റഹ്മാനെ. സർവ കടങ്ങളും നീ വീട്ടിത്തരണേ റഹ്മാനെ. നിന്റെ സ്ഥാപനങ്ങൾക്ക് ദിനസ്സിലോട് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത കടങ്ങളുണ്ട് റഹ്മാനെ. സർവ കടങ്ങളും വീട്ടിത്തരണേ റഹ്മാനെ. സർവ കടങ്ങളും വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങൾ തുടങ്ങി വെച്ച സ്ഥാപനങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും നീ പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവസാനം ഈമാനോടെ മരിച്ച് നിന്റെ സാലിഹീങ്ങളെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഈ പ്രദേശത്ത് ഞങ്ങൾ ഈ പ്രവർത്തനം നടത്തിയത് നിന്റെ ദീനിൽ ഹക്കായ കാര്യം തുറന്നു പറയാനാണ്. അത് നിനക്കറിയാം. അതിന് മുമ്പ് ഇവിടെ ചെയ്ത ആളുകളെ പ്രവർത്തനം കൊണ്ട് ഏതെങ്കിലും നല്ല മനുഷ്യർ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ അവരെ തെറ്റിദ്ധാരണ നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനെ. സത്യത്തിലേക്ക് അവരെ നീ കൊണ്ടുവരണേ റഹ്മാനെ.
ഹക്കിനെ ബോധ്യപ്പെടുത്തണേ റഹ്മാനേ. അവസാനം നിന്റെ സാലിഹീങ്ങളെ കൂടെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി നീ ഇവിടെ സന്തോഷത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവിടെ ഒരുമിച്ച് കൂട്ടി ഈ ഒരു ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പരസ്പരം ചർച്ച ചെയ്യാൻ നിന്റെ സ്വർഗത്തിലൊരവസരം അവസാനം തരണം റഹ്മാനേ. റബ്ബനാ ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഞങ്ങളെ സ്ഥാപി പരിപാടിയിലേക്ക് വരുമ്പോൾ അനുഭവിച്ച വിഷമമുള്ളവരുടെ സർവ്വവിഷമവും നീ അകറ്റിക്കൊടുക്കണേ റഹ്മാനേ. ഞങ്ങളെ സലാമത്തോടെ ഞങ്ങളെ നാടുകളിലേക്ക് വീടുകളിലേക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നീ തിരിച്ചെത്തിക്കണേ റഹ്മാനേ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.